സുഹൃത്തുക്കളെ, നിങ്ങളൊരു കടുത്ത വർക്കൗട്ട് പ്രേമിയാണോ? എങ്കിൽ ഇന്നത്തെ നമ്മുടെ കഥാനായകൻ ചോയ് കാംഗുവിനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. സോളിലെ ഒരു ഫിറ്റ്നസ് സെന്ററിലെ സ്റ്റാഫ് റൂമിലിരുന്ന് ബെസ്റ്റ് ജിം റാറ്റ് TV എന്ന ചാനലിലൂടെ മുക്ബാങ് ലൈവ് സ്ട്രീം ചെയ്യുകയാണ് കക്ഷി. നിങ്ങൾ അവന്റെ ശരീരം കണ്ടാലറിയാം, അവൻ വെറുമൊരു തീറ്റക്കാരനല്ല, മറിച്ച് ഒരു പക്ക ജിം ഭ്രാന്തനാണെന്ന്. പണ്ട് സ്പെഷ്യൽ ഫോഴ്സ് മിഷനിടെ പരിക്കേറ്റ കാംഗു ഫിസിക്കൽ തെറാപ്പിയിലൂടെയാണ് ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നത്. അങ്ങനെ അവനൊരു ചാഡ് പേഴ്സണൽ ട്രെയിനറായി മാറി. പക്ഷെ കോവിഡ് കാലം വന്നതോടെ ജിമ്മ് പൂട്ടേണ്ട അവസ്ഥയായി. 5 ജിം ലൊക്കേഷനുകളുടെ വാടക കൊടുക്കാൻ വേണ്ടിയാണ് അവനിപ്പോൾ ഇഷ്ടമില്ലാഞ്ഞിട്ടും ഈ മുക്ബാങ് ചെയ്യുന്നത്. സ്ട്രീം കഴിഞ്ഞ് അവൻ നെടുവീർപ്പിടുന്നു. നാളെ ഈ കലോറിയെല്ലാം എങ്ങനെ എരിച്ചു കളയും? മദ്യം കഴിച്ചതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാനും പറ്റില്ലല്ലോ. അമിതമായ സ്ട്രെസ് കാരണം അവന്റെ മുടി കൊഴിയാൻ തുടങ്ങുന്നു. ഡോക്ടർ പറഞ്ഞു, നീ സ്ട്രെസ് കുറച്ചില്ലെങ്കിൽ നീ ആ കൊറിയൻ ജോണി സിൻസായി മാറും. മുടി പോകാതിരിക്കാൻ അവനൊരു വഴി കണ്ടെത്തി: മാർഷ്യൽ ആർട്സ് നോവലുകൾ വായിക്കുക. അങ്ങനെ അവൻ മുജിൻ എന്ന ഷാവോലിൻ സന്യാസിയുടെ കഥ വായിച്ചു തുടങ്ങുന്നു. ആ വായനയ്ക്കിടയിൽ അവൻ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. പെട്ടെന്നാരോ അവനെ വിളിച്ചുണർത്തുന്നു. കണ്ണു തുറന്ന കാംഗു ഞെട്ടിപ്പോയി. മുന്നിൽ നിൽക്കുന്നത് തല മൊട്ടയടിച്ച ഒരു കൊച്ചു സന്യാസിക്കുട്ടി. അവൻ പറയുന്നു, മുജിൻ, വേഗം എഴുന്നേൽക്ക്, പ്രഭാത പരിശീലനത്തിന് സമയമായി. 180 സെന്റിമീറ്റർ ഉയരവും 8% ബോഡി ഫാറ്റുമുള്ള തന്റെ ആജാന ബാഹുവായ ശരീരം എവിടെപ്പോയി? ഇപ്പോൾ അവനൊരു ചെറിയ കുട്ടിപ്പയ്യനാണ്. തന്റെ തലയിൽ തൊട്ടുനോക്കിയപ്പോൾ സംഗതി സത്യമാണ്: അവൻ മൊട്ടയാണ്. ഇതൊരു സ്വപ്നമാണെന്ന് കരുതി അവൻ ആ സാഹചര്യം ആസ്വദിക്കാൻ തീരുമാനിക്കുന്നു. പരിശീലനത്തിന് വൈകിയെത്തിയതിന് ഒരു മുതിർന്ന സന്യാസി അവരെ വഴക്കു പറഞ്ഞു. ശിക്ഷയായി ഹോഴ്സ് സ്റ്റാൻസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അവിടെയുള്ള കുട്ടികളുടെ പോസ്റ്റർ കണ്ട നമ്മുടെ ഫിറ്റ്നസ് എക്സ്പേർട്ട് ഞെട്ടിപ്പോയി. എല്ലാവരും ടാക്കോ ബെൽ കഴിച്ചിട്ട് വയറിളകം വന്നവരെ പോലെ വിറയ്ക്കുന്നു. കാംഗു ഇപ്പോൾ മുജിൻ വിചാരിച്ചു, ഇങ്ങനെയൊക്കെ നിന്നാൽ ഇവന്മാരുടെ മുട്ടുചിരട്ട പറന്നുപോകുമല്ലോ. ഒരു പ്രൊഫഷണൽ ട്രെയിനറായ അവനത് കണ്ടു നിൽക്കാനായില്ല. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് വ്യായാമത്തെക്കുറിച്ചൊരു ചുക്കുമറിയില്ല. മുഴുവൻ ഷാവോലിൻ ശിഷ്യന്മാരും ഞെട്ടിപ്പോയി. ഒരു ചെറിയ കുട്ടി ഇത്രയും മുതിർന്ന സന്യാസികളെ പഠിപ്പിക്കുകയോ? മുജിൻ വിട്ടുകൊടുത്തില്ല. അവൻ പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്നത് വെറും മണ്ടത്തരമാണ്. പ്രായമാകുമ്പോൾ ഇവരുടെ മുട്ടിലെ കാർട്ടിലേജൊക്കെ തകരാറിലാകും. ശരീരം നോക്കാതെ എന്ത് മാർഷ്യൽ ആർട്സ്? ഫസ്റ്റ് ക്ലാസ് ഡിസൈപ്പിളായ ഹയുങ് മുന്നോട്ട് വന്നു. അവൻ പറഞ്ഞു, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നത് മനസ്സിനെ പാകപ്പെടുത്താനാണ്. മുജിൻ തിരിച്ചടിച്ചു, മനസ്സിനെ പാകപ്പെടുത്താൻ മുട്ടുചിരട്ട തകർക്കണോ? ഒടുവിൽ ഹയുങ് ഒരു വെല്ലുവിളി ഉയർത്തി. നീ പറയുന്നത് ശരിയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഏറ്റവും കഴിവുള്ള കുട്ടിയായ മുങ്കുമായി നീ ഏറ്റുമുട്ടണം. ജയിച്ചാൽ നിന്റെ വഴി ശരിയാണെന്ന് സമ്മതിക്കാം. മുജിൻ സമ്മതിച്ചു. പക്ഷെ അടുത്ത പ്രശ്നം ഭക്ഷണമാണ്. പ്രോട്ടീൻ എവിടെ? ഷാവോലിനിൽ വെറും പച്ചക്കറി മാത്രം. അവൻ കിച്ചൻ ഇൻചാർജായ ഹയുങ്ങിന്റെ അടുത്തുപോയി ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. എല്ലാവരും അന്തം വിട്ടു. ഒടുവിൽ അവൻ വിട്ടുവീഴ്ച ചെയ്തു. ശരി, കുറച്ച് കൂടുതൽ പയറും മഷ്റൂമും ദാ. അങ്ങനെ വെജിറ്റേറിയൻ പ്രോട്ടീൻ കഴിച്ച് അവൻ തന്റെ ട്രെയിനിംഗ് തുടങ്ങി. 7 ദിവസങ്ങൾ കഴിഞ്ഞു. സ്പാറിംഗ് ഡേ. മുങ്കു വരുന്നത് കണ്ടാലറിയാം അവനൊരു ഹെവി വെയ്റ്റ് ചാമ്പ്യനാണെന്ന്. അവന്റെ പഞ്ച് കാട്ടിൽ ശബ്ദമുണ്ടാക്കുന്നു. കുട്ടികളെല്ലാം മുങ്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ മുജിൻ ശാന്തനായിരുന്നു. അവൻ സ്റ്റേജിൽ കയറി വാമപ്പ് ചെയ്യാൻ തുടങ്ങി. മോഡേൺ സ്ട്രെച്ചിങ്. മറ്റുള്ളവർ വിചാരിച്ചു ഇതെന്തൊരുതരം നൃത്തമാണെന്ന്. ഫൈറ്റ് തുടങ്ങി. മുങ്ക് തന്റെ ചെയിൻ പഞ്ചെറിയാൻ ആഞ്ഞുവന്നതും മുജിൻ ഒഴിഞ്ഞുമാറി അവന്റെ കാലിൽ കയറി പിടിച്ചു. സ്പെഷ്യൽ ഫോഴ്സിൽ പഠിച്ച ടെക്നിക്, ഒരു പെർഫെക്റ്റ് ടാക്കിൾ. വെറും 1 സെക്കൻഡിനുള്ളിൽ മുങ്ക് തറയിൽ. മുജിൻ അവനെ ഒരു ആംബാറിൽ പൂട്ടി. മുങ്ക് വേദന കൊണ്ട് കരയാൻ തുടങ്ങി. ഷാവോലിൻ സന്യാസികൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ലോക്കായിരുന്നു അത്. മുങ്ക് പരാതിപ്പെട്ടു, ഇത് ചതിയാണ്, അവൻ മാർഷ്യൽ ആർട്സ് അല്ല ഉപയോഗിച്ചത്. പക്ഷെ ഹയുങ് പറഞ്ഞു, അല്ല, എതിരാളിയെ പരിക്കേൽപ്പിക്കാതെ കീഴടക്കുന്നതാണ് യഥാർത്ഥ ഷാവോലിൻ രീതി. മുജിൻ ജയിച്ചിരിക്കുന്നു. എങ്കിലും തന്റെ പവർ കാണിക്കാൻ ഹയുങ് ഒരു കൂറ്റൻ പാറക്കല്ല് തന്റെ പഞ്ചുകൊണ്ട് തകർത്ത് കാണിച്ചു. ഇത് കണ്ട മുജിൻ ആവേശഭരിതനായി. ഇതാണ് എനിക്ക് പഠിക്കേണ്ടത്. മുജിനെ ഒതുക്കാൻ വേണ്ടി സന്യാസികൾ മാഡ് ഡോഗ് എന്ന് വിളിക്കുന്ന ബിൻ ഗാങ്ങിനെ അവന്റെ കൂടെ വിട്ടു. ട്രെയിനിംഗ് ഭ്രാന്തനായ ബിൻ ഗാങ് അവനെ പഠിപ്പിക്കാൻ വന്നതാണ്. പക്ഷെ മുജിൻ അവന്റെ നടത്തം കണ്ടപ്പോഴേ പറഞ്ഞു, നിങ്ങളുടെ മുട്ടിന് നല്ല വേദനയുണ്ടല്ലോ. ബിൻ ഗാങ് ഞെട്ടിപ്പോയി. കഴിഞ്ഞ 18 വർഷമായി അവൻ ആ വേദന സഹിക്കുകയായിരുന്നു. മുജിൻ അവന് സയന്റിഫിക്കായ സ്ക്വാട്ടുകളും സ്ട്രെച്ചിങ്ങും പഠിപ്പിച്ചുകൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബിൻ ഗാങ്ങിന്റെ വേദന അപ്രത്യക്ഷമായി. അവൻ മുജിന്റെ ഫാനായി മാറി. മുജിനൊരു ഡോക്ടർമാരുടെ കുടുംബത്തിൽ നിന്നാണ് എന്നാണിപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത്. കഥയുടെ അവസാനം ഹയുങ് എല്ലാവരെയും ഇന്റേണൽ എനർജി അഥവാ ആന്തരിക ഊർജം പഠിപ്പിക്കാൻ വിളിക്കുന്നു. മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന മുജിൻ വിചാരിച്ചു,
ഇനി കളി മാറും, ഞാൻ ശരിക്കുമുള്ള മാർഷ്യൽ ആർട്സ് പഠിക്കാൻ പോകുകയാണ്. പക്ഷെ ആ ശ്വസനരീതി കണ്ടപ്പോൾ അവൻ എന്തോ ഒരു പന്തിക്കേട് തോന്നി. അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവർ ചെയ്യുന്നത് വളരെ ലളിതമായ ഒരു മെഡിറ്റേഷൻ മാത്രമാണെന്ന് മനസ്സിലായി. ഇതാണോ ഷാവുലിൻ? അവന്റെ ഉള്ളിൽ ഒരൊറ്റ ചോദ്യം. നോവലുകളിൽ പറയുന്നതുപോലെ യിൻ യാങ്, 5 മൂലകങ്ങൾ, ബാഗ്വ, ഗൂഢമായ ദാർശനികതകൾ, അവയൊന്നും ഇവിടെ കാണാനില്ല. ഇതൊരു ജോക്കാണോ? എന്നാൽ അവനത് തുറന്നു ചോദിച്ചില്ല. കാരണം ഇതിനെല്ലാം പിന്നിൽ ഒരു വലിയ കാരണമുണ്ടാകുമെന്ന് അവൻ വിശ്വസിച്ചു. ഇതുവരെ ഷാവുലിന്റെ എല്ലാ ട്രെയിനിങ്ങുകളും നേരിട്ട മുവാൻ ഇത്തവണയും പറഞ്ഞതെല്ലാം കൃത്യമായി പാലിക്കാൻ ശ്രമിച്ചു. കാരണം അവൻ എക്സൈറ്റഡ് ആയിരുന്നു. അവന്റെ മനസ്സിൽ ഒരൊറ്റ സ്വപ്നം: മല പിളർക്കുന്ന ശക്തി, ആകാശത്ത് പറക്കുന്ന കഴിവ്, മനുഷ്യനെ അതീതനാക്കുന്ന എനർജി. ഇതാകണം കൾട്ടിവേഷൻ. കംഫുമറടായ അവന്റെ ആത്മാവ് ഉള്ളിൽ കൈയടിച്ചു. മുറിം നോവലുകളുടെ അന്തിമ സാങ്കേതിക വിദ്യകൾ അവൻ പഠിക്കാൻ പോവുകയാണ്. ഇത് നടക്കുമെന്ന് അവന് വിശ്വസിക്കാനായില്ല. അപ്പോൾ ഹയുങ് പറഞ്ഞു, കണ്ണു തുറക്കൂ. അവൻ വിശദീകരിച്ചു, ഇപ്പോൾ നിങ്ങൾ പഠിച്ചത് വലിയ കൾട്ടിവേഷൻ അല്ല. ഇതൊരു സിമ്പിൾ ബ്രീത്തിംഗ് ടെക്നീക്കാണ്. എനർജി ഫീൽ ചെയ്യാൻ, ശരീരത്തിൽ അത് അക്യുമുലേറ്റ് ചെയ്യാൻ. അതാണ് ആദ്യഘട്ടം. എനർജി ആദ്യം ഫീൽ ചെയ്യണം, അതിനുശേഷമാണ് നേടുന്നത്. അതുകൊണ്ട് ഈ ബ്രീത്തിംഗ് ടെക്നീക്ക് ദിവസേന പ്രാക്ടീസ് ചെയ്യണം. മുവാനിന് വഴിയില്ലായിരുന്നു. അവൻ സമ്മതിച്ചു. എന്നാൽ ഉള്ളിൽ അവൻ മുഖം ചുളിച്ചു. ഇതാണോ കൾട്ടിവേഷൻ? എനിക്ക് ബോൾഡർ പൊട്ടിക്കണം. ഹയുങ് പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിൽ മുഴങ്ങി. എനർജി സെൻസ് ചെയ്യാതെ കൾട്ടിവേഷൻ നടക്കില്ല. അപ്പോൾ ഒരു സീനിയർ അവനൊരു പുസ്തകം നൽകി. 2nd ക്ലാസ് ഡിസൈപ്പിൾസ് ഉപയോഗിക്കുന്ന പുസ്തകം. മനുഷ്യ ശരീരത്തിലെ മെരിഡിയൻസ് ഉള്ള ചിത്രങ്ങൾ. ഹയുങ് പറഞ്ഞു, മുഴുവൻ മെമ്മറൈസ് ചെയ്യണ്ട, മൊയ്ഡിയൻ മാത്രം മതി. എനർജി സർക്കുലേറ്റ് ചെയ്യാനും ഒപ്പോണന്റിനെ സബ്ഡ്യൂ ചെയ്യാനും. ഭാഗ്യം, മുവാനിന് മെരിഡിയൻസ് എന്നത് പുതിയതല്ല. മോഡേൺ നോളജ് മൂലം അവനറിയാം, മെരിഡിയൻസ് ഈക്വൽസ് എനർജി പാത്വേസ്. എനർജി മാത്രമല്ല, ഇന്നർ എനർജി പോലും ഇവയിലൂടെ ഫ്ലോ ചെയ്യും. അതുകൊണ്ടാണ് മാർഷൽ ആർട്സിൽ ഇവ അനിവാര്യമായത്. ഹയുങ് ഒരു സീനിയറിനോട് മൂവ് എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. മുവാൻ ഉടൻ തിരിച്ചറിഞ്ഞു, ഇത് ഹൂലാണ്, ഇത് കൂച്ച. ഹയുങ്ങിന്റെ സ്ട്രെങ്ത്, അവന്റെ റിസോൾവ്, ഇവയെല്ലാം കണ്ടപ്പോൾ മുവാൻ കൂടുതൽ ഡിറ്റർമിൻഡായി. അന്നത്തെ വൈകുന്നേരം ഹോൾവേ വഴി നടക്കുമ്പോൾ അവൻ പഠിച്ചതെല്ലാം മനസ്സിൽ അടിച്ചമർത്തുകയായിരുന്നു. അപ്പോൾ ക്രക്ക് ക്രക്ക് ഒരു ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കി. മാഡ് ഡോഗ്. അവൻ സ്വന്തം കാൽമുട്ടുകൾ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേദനയില്ല. ട്രെയിനിങ് കാരണം നീസ് ബെറ്ററായി. അതിനാൽ പഴയ ഹോബിയിലേക്ക് മടങ്ങി. ജോയിൻസിനെ ഡൊമസ്റ്റിക്കലി അബ്യൂസ് ചെയ്യൽ. MS4H. മുവാൻ സ്റ്റണ്ട്. ഇത് എഫേർട്ട് വേസ്റ്റ് അല്ലേ? മാഡ് ഡോഗ് പറഞ്ഞു. ഇരുമ്പടിച്ചാൽ മാത്രമേ ശക്തമാകൂ. മുവാൻ മറുപടി പറഞ്ഞു, ശരി, പക്ഷെ തെറ്റായി അടിച്ചാൽ അത് പൊട്ടും. അവൻ മാഡ് ഡോഗിനെ ഇരിക്കാൻ പറഞ്ഞു. ഒരു ടെക്നിക് കാണിക്കാം, കുറച്ചു വേദനിക്കും. പ്രഷർ റിലീവിംഗ് ടെക്നിക്. മാഡ് ഡോഗ് വേദന സഹിച്ചു. ആ മസാജിങ്ങിനിടെ മുവാനിന്റെ മനസ്സിലൊരു ഓർമ്മ. സ്പെഷ്യൽ ഫോഴ്സസിലുണ്ടായിരുന്ന കാലം. സ്പ്രെയിനുണ്ടായിട്ടും ട്രെയിനിംഗ് പുഷ് ചെയ്തപ്പോൾ ശരീരം തകർന്നു. റിവർ ക്രോസ് ചെയ്യാൻ നിർബന്ധിതനായി. അവസാനം സർവീസ് വിട്ടുപോകേണ്ടി വന്നു. ആ ദിവസങ്ങളിൽ അവന് എനർജിയില്ലായിരുന്നു. ജീവിതം തന്നെ ഭാരമായിരുന്നു. അതുകൊണ്ട് അവൻ മാഡ് ഡോഗിനോട് പറഞ്ഞു, ഇഞ്ചുറി ഉണ്ടെങ്കിൽ നീ മാത്രമേ സഫർ ചെയ്യൂ. മാഡ് ഡോഗ് ചിരിച്ചു. ഷാവുലിൻ ഡിസൈപ്പിൾ സഹോദരനെ ഉപേക്ഷിക്കില്ല. നമുക്കൊരാളെപ്പോലും ഉപേക്ഷിക്കില്ല. മുവാൻ റിലീവ്ഡായി. അപ്പോൾ മാഡ് ഡോഗ് പറഞ്ഞു, നാളെ മുതൽ എന്നെ ട്രസ്റ്റ് ചെയ്യൂ. ഷാവുലിന്റെ വഴിയിൽ ട്രെയിൻ ചെയ്യൂ. വഴി പറഞ്ഞാൽ ഇവിടേക്ക്. എനർജി സർക്കുലേഷൻ പ്രാക്ടീസ്. മാഡ് ഡോഗ് കൺഫ്യൂസ്ഡ്. ഫിസിഷ്യൻസ് ഫാമിലിയിൽ നിന്നല്ലേ, എനർജി ഫീൽ ചെയ്യാമല്ലോ. മുവാൻ പെട്ടെന്ന് കവർ ചെയ്തു. പേഴ്സണൽ ഇഷ്യൂസ്. മാഡ് ഡോഗ് പറഞ്ഞു, ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം. ഒരുമിച്ച് കൾട്ടിവേറ്റ് ചെയ്താൽ എനർജി സെൻസ് ചെയ്യാൻ എളുപ്പമാകും. മുവാൻ സമ്മതിച്ചു. ലോട്ടസ് പൊസിഷനിലിരുന്നു. മാഡ് ഡോഗ് ഡീപ്പ് ബ്രെത്ത് എടുത്തു. നോസ് വഴി ഡയഫ്രം വരെ. വായുവിൽ തന്നെ മാറ്റം. ഇതാണ് റിയൽ സർക്കുലേഷൻ. മുവാൻ ശ്രദ്ധിച്ചു. മാഡ് ഡോഗിനു ചുറ്റും ഒരു ഓമിനസ് ഓറ. ഇതാണോ ഹയുങ് പറഞ്ഞ എനർജി? അവനും ശ്രമിച്ചു. ഡീപ്പ് ഇൻഹേൽ. നേച്ചറിന്റെ പ്യുവർ എനർജി അബ്സോർബ് ചെയ്തു. എനർജി കോറിലേക്ക്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഗ്ലോ. ഐ ക്യാൻ ഫീൽ ഇറ്റ്. എനർജി വളരെ ചെറിയതാണ്. 0.01%. ട്രഫിൾ ചിപ്സ് പോലെ.
മാഡ് ഡോഗ് ഷോക്ഡ്. ഇവൻ ജീനിയസാണ്. ഇരുട്ടായി. മാഡ് ഡോഗ് കാത്തുനിന്നിരുന്നു. റെസ്റ്റ് എടുക്കൂ. അവൻ മുവാനിൽ ഒരു പുതിയ ഓറ കണ്ടു. ഇവന് എൻലൈറ്റൻമെന്റ് കൾട്ടിവേഷൻ പഠിക്കാം. മൊയ്ഡിയൻ മെമ്മറൈസ് ചെയ്യണ്ടേ? ഫിസിഷ്യൻ ഫാമിലിയല്ലേ? മുവാൻ രക്ഷപ്പെട്ടു. എന്നാൽ ഉള്ളിൽ അവൻ സഫൊക്കേറ്റ് ചെയ്തു. അതിനാൽ ഒരു ദിവസം കൊണ്ട് മുഴുവൻ മൊയ്ഡിയൻ മെമ്മറൈസ് ചെയ്തു. പിറ്റേ ദിവസം ഹയുങ് ചോദിച്ചു, മെമ്മറൈസ് ചെയ്തവർ മുന്നോട്ട് വരൂ. ഓൾമോസ്റ്റ് എവ്രി വൺ സ്റ്റെപ്പ് ഫോർവേഡ്. ഇത് ഇത്ര ഈസിയാണോ? ഷാവുലിൻ ഫൗണ്ടേഷൻ ബുക്ക് അവതരിപ്പിച്ചു. ട്രെയിനിങ് സ്മൂത്തായി. എനർജി ഫ്ലോ ബെറ്റർ. അവൻ മാർഷൽ ആർട്സ് പ്രൊട്ടാഗനിസ്റ്റായി മാറുന്നു. അപ്പോൾ മുവാൻ ഒരു മോങ്കിനെ ശവം പോലെ ചുമന്നുവരുന്നു. സ്പിനാച്ചിന്റെ ലാസ്റ്റ് സ്ലൈസായാൽ മാത്രം മ്യൂ കൊല്ലും. എന്താണ് സംഭവിച്ചത്? എന്നാൽ മ്യൂ ഉടൻ തന്നെ അവനെ ആശ്വസിപ്പിച്ചു. ഇത് ശവമല്ല. ആ വാക്കുകൾ കേട്ടതോടെ മുവാനിന്റെ ഉള്ളിൽ ഒരു ആശ്വാസം പടർന്നു. പക്ഷേ അതിനൊപ്പം കൂടുതൽ സംശയവും. മ്യൂ വിശദീകരിച്ചു. കാട്ടിൽ കണ്ട കുരങ്ങൻ പോലെയുള്ള ആ കുട്ടിയുടെ പേര് മുഖാങ്. അവൻ മുവാനേക്കാൾ മുൻപ് തന്നെ ടെമ്പിളിൽ ചേർന്ന ആളാണ്. ഞാൻ ചുമക്കാൻ പറ്റിയില്ല. അതിനാൽ അവനെ മുഖം നിലത്തേക്ക് വലിച്ചുകൊണ്ടുവന്നതാണെന്ന് മ്യൂ പറഞ്ഞു. അത് കണ്ടാൽ കുട്ടിയുടെ മുഖം ബുള്ളറ്റ് പ്രൂഫാണെന്ന് തോന്നും. അപ്പോൾ മുവാൻ സഡൻലി എഴുന്നേറ്റു. അവന്റെ നോട്ടം മൂർച്ചയായി. ഇത് ബ്രൂസസ് ആണോ? അവൻ ശ്രദ്ധയോടെ മുക്കാങ്ങിനെ പരിശോധിച്ചു. കൈയിലെ മണ്ണ് മ്യൂ വലിച്ചുകൊണ്ടുവന്നതാവാം. പക്ഷേ അവനെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്തത് പിറകിലെ അടയാളങ്ങളായിരുന്നു. അവ അടിച്ചതിന്റെ പാടുകളായിരുന്നു. അടയാളങ്ങളുടെ പാറ്റേൺ കണ്ടപ്പോൾ അവന്റെ നെഞ്ച് തണുത്തു. ഓരോന്നും കാലടിയുടെ അടയാളം പോലെ. ഇവനെ ആരോ നല്ല പോലെ മർദ്ദിച്ചുണ്ട്. അവന് മനസ്സിലായി. ബുള്ളിയിങ്. അപ്പോഴാണ് ഒരു കാര്യം അവന്റെ തലയിൽ തട്ടി വീണത്. മുഖാങ്. ആ പേര് പരിചിതമാണ്. ഉയരം കൂടിയ, എല്ല് മാത്രം, മുഖം കുഴിഞ്ഞ ഒരു സ്കെയർക്രോ പോലെയുള്ള കുട്ടി. അവൻ നോവലിൽ ഒരിക്കൽ കണ്ട കഥാപാത്രമാണ്. മുഖം ഓർമ്മയില്ല, പക്ഷെ പേര് തീർച്ചയായും കേട്ടിട്ടുണ്ട്. എവിടെ? ഓർക്കാൻ ശ്രമിച്ചിട്ടും ഓർമ്മ വരുന്നില്ല. അവൻ ഫോക്കസ് മാറ്റി. ആരാണിവനെ അടിച്ചത്? അത് കണ്ടെത്തണം. ആരെങ്കിലും അറിയുമെങ്കിൽ. മുഖാങ്ങിനേക്കാൾ മുൻപ് തന്നെ ടെമ്പിളിൽ ചേർന്ന ആള്, മ്യൂ പോലും ആദരിക്കുന്ന ഒരാള്. അവൻ മഗ്ഗിങ്. അവനെ സമീപിച്ചപ്പോൾ അവന്റെ മുഖഭാവം ഒരു പൂച്ചയെ ഡോഗ് ഷോയിൽ പങ്കെടുക്കാൻ വിളിച്ചതുപോലെ. അവൻ വിയർത്തു. കൺഫ്യൂസ്ഡ്. പക്ഷേ അറ്റ്മോസ്ഫിയർ സീരിയസിൽ നിന്ന് പെട്ടെന്ന് 80s കോമഡി ഷോ ആയി മാറി. കാരണം മിയു അബദ്ധത്തിൽ മുക്കാങ്ങിനെ വീണ്ടും താഴെയിടിച്ചു. അത് കണ്ടാൽ മോർട്ടൽ കോംബാറ്റിലെ ഫിനിഷ് ഹിം കോംബോ. ഒരു നിമിഷം മുഴുവൻ സ്ഥലം നിശബ്ദം. ഭാഗ്യം കുട്ടി റാൻഡമായി ചലിച്ചതിനാൽ അവൻ വീണ്ടും ബോധത്തിലായി. മഗ്ഗിങ് സഹായം നിഷേധിച്ചു. എന്റെ വിലയേറിയ സമയം ഇവർക്കായി കളയില്ല. അപ്പോൾ മുവാൻ നേരെ നോക്കി പറഞ്ഞു, നീ ഞങ്ങളുടെ സീനിയറാണ്. സഹായിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തം. മഗ്ഗിങ് പല്ലുകടിച്ചു. നീ എന്റെ ജൂനിയറാണ്. എന്നെ ഫോളോ ചെയ്യണം. മുവാൻ പുഞ്ചിരിച്ചു. ജൂനിയറിനോട് തോറ്റ സീനിയറായി നീ സന്തോഷമാണോ? മഗ്ഗിങ് ചൂടായി. ഞാൻ ഗാർഡ് ഡൗൺ ആയതുകൊണ്ടാണ് തോറ്റത്. എന്നാലും തോറ്റത് ജൂനിയറിനോടല്ലേ? അത് കേട്ടതോടെ മഗ്ഗിങ് കൺട്രോൾ നഷ്ടപ്പെട്ടു. ചെയിൻ പഞ്ച്. അവനെ നോക്കൌട്ട് ചെയ്യാനുള്ള ഇന്റന്റ്. പക്ഷേ മുവാൻ ഡക്ക് ചെയ്തു. പഞ്ച് ഇവേഡ് ചെയ്തു. റിഫ്ലെക്സസ് റേസർ ഷാർപ്പ്. അടുത്ത നിമിഷം ഗൂ പിടിച്ചു. ജൂഡോ ത്രോ. മഗ്ഗിങ് നിലത്ത്. നെക്ക് കൺട്രോൾ. ട്വിസ്റ്റ് ചോക്ക് അറ്റംപ്റ്റ്. മഗ്ഗിങ് ഫ്രസ്ട്രേഷൻ കൊണ്ട് പൊട്ടിപ്പോയി. ഇവൻ 20 kg ലൈറ്ററായ ചാമ്പ്യനോട് പോരാടുന്നതുപോലെ. മുവാൻ സ്മേർക്ക് ചെയ്തു. എത്ര തവണ പോരാടിയാലും റിസൾട്ട് ഇതേ. അവൻ സഡൻലി ഒരു ഡീൽ മുന്നോട്ട് വെച്ചു. നീ എനിക്ക് മുക്കാങ്ങിനെ അടിച്ചത് ആരാണെന്ന് പറഞ്ഞാൽ നീ എനിക്ക് തോറ്റതിന്റെ രഹസ്യം ഞാൻ പറയും. അവൻ ഗ്രിപ്പ് വിട്ടു. മഗ്ഗിങ് പെട്ടെന്ന് ഡിസ്റ്റൻസ് എടുത്തു. വേറൊരു വിയേർഡ് ടെക്നിക്കാണോ? പക്ഷേ അവൻ അറിയണം. പ്രോമിസ് പാലിക്കുമോ? മുവാൻ നോട്ട് ചെയ്തു. ആരാണ് മുക്കാങ്ങിനെ അടിച്ചത്? മഗ്ഗിങ് പറഞ്ഞു, മുത്തൈ, ഷൗലിൻ ഔട്ടർ സെക്ട് ഡിസൈപ്പിൾ, സെവുൾ എസ്കോട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഓണറിന്റെ ഏക മകൻ. മുക്കാങ്ങിന്റെ അച്ഛൻ അവിടെ ഗേറ്റ് കീപ്പറായിരുന്നു. സീനിയർ ഹായുങ് മുത്തയ്യെ റിക്രൂട്ട് ചെയ്യാൻ വന്നപ്പോൾ മുക്കാങ്ങിന്റെ ടാലന്റ് കണ്ടു. ഇരുവരും ടെമ്പിളിൽ ചേർന്നു. പക്ഷെ മുത്തയ്ക്ക് തോന്നി, ഗേറ്റ് കീപ്പറിന്റെ മകൻ എന്റെ തലയ്ക്ക് മുകളിലേക്ക് കയറുന്നു. അവിടെ നിന്നാണ് ബുള്ളിയിങ്.
മുക്കാങ്ങിന് പറയാൻ പോലും പറ്റിയില്ല. അച്ഛന്റെ ജോലി മുത്തായി ഫാമിലിയുടെ കയ്യിൽ. സ്നിച്ച് ചെയ്താൽ എല്ലാം നഷ്ടമാകും. മുവാൻ ഞെട്ടി. ഇതൊരു സാധാരണ സ്കൂളായിരുന്നാൽ മനസ്സിലാക്കാം. പക്ഷേ ഇത് ഷൗലിൻ ടെമ്പിൾ. ഇവിടെ ബുദ്ധന്റെ വഴിയല്ലേ പഠിപ്പിക്കുന്നത്? അവൻ മഗ്ഗിങ്ങിനോട് പറഞ്ഞു, നീ സീനിയറാണ്, റോൾ മോഡലായിരിക്കണം. ഞാൻ എന്തു ചെയ്യണം? അവന്മാർ ഒരുപാടാണ്. മുവാൻ മറുപടി പറഞ്ഞു, നീ സ്ട്രോങ്ങസ്റ്റാണ്. വീക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പവർ നിനക്കുണ്ട്. അപ്പോൾ അവൻ വിരൽ ചൂണ്ടി മിയുവിലേക്ക്. അവന്റെ അഭിപ്രായത്തിൽ നീയാണ് സ്ട്രോങ്ങസ്റ്റ്. 3 പേരും മിയുവിനെ നോക്കി. മിയു ഓക്വേർഡ്, മഗ്ഗിങ് ടൊമാറ്റോ മോഡ്. അപ്പോൾ മഗ്ഗിങ് പറഞ്ഞു, മുത്തയ്യും കൂട്ടരും ട്രെയിനിങ് സീരിയസായി എടുക്കുന്നില്ല. അവർ ഔട്ടർ സെക്റ്റാണല്ലോ. അടിസ്ഥാന മാർഷൽ ആർട്സ് മുൻപേ പഠിച്ചിട്ടുണ്ട്. അവൻ ഓർമ്മ വന്നു, അന്ന് മുന്നിൽ വന്നവർ മുത്തയ്യായിരിക്കാം. ബുള്ളിയായാലും പ്രീ റിക്വിസിറ്റ് കംപ്ലീറ്റ്. അപ്പോഴാണ് മുക്കാങ് ബോധം വീണ്ടെടുത്തത്. ഒരു റക്കൂൺ ഫ്രിഡ്ജ് റെയ്ഡ് ചെയ്യുമ്പോൾ പിടിക്കപ്പെട്ടതുപോലെ, ഡേസ്ഡ്. ഞാൻ എവിടെയാണ്? അവൻ കണ്ണു തുറന്നപ്പോൾ 3 മങ്സ് അവനെ നോക്കി നിൽക്കുന്നു. ഇവന്മാരെന്നെ തിന്നുമോ? മുവാന്റെ ഹൃദയം കുലുങ്ങി. ഹായുങ്ങിനോട് പറഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകും. എനിക്കവനെ സഹായിക്കണം. അപ്പോഴാണ് ഒരു ഐഡിയ, ഒരു വഴി. അവൻ ഉടൻ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കും. പക്ഷേ ഞാൻ പറയുന്നതെല്ലാം കൃത്യമായി ഫോളോ ചെയ്യണം. മുക്കാങ്ങിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ഒറ്റയല്ല. ആശ്വാസവും കൃതജ്ഞതയും അവന്റെ മുഖത്ത്. നമ്മുടെ നായകൻ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ശേഷം അവൻ പറഞ്ഞു, ആദ്യം നമുക്കിത് ഹായുങ്ങിനോട് റിപ്പോർട്ട് ചെയ്യണം. അത് കേട്ടതോടെ മുക്കാങ് ഞെട്ടി. പക്ഷേ നല്ല രീതിയിലുള്ള ഞെട്ടലല്ല. ഇത്ര എളുപ്പമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ചെയ്തേനെ. അവന്റെ മുഖത്ത് നിരാശ വ്യക്തമായിരുന്നു. അപ്പോൾ മുവാൻ ശാന്തമായി പറഞ്ഞു, ഇത് സിമ്പിളാണ്. നീ പ്രിൻസിപ്പൽ മാർഷ്യൽ ഡിസൈപ്പിൾ ആയാൽ എല്ലാം സോർട്ട് ഔട്ടാകും. പ്രിൻസിപ്പൽ മാർഷ്യൽ ഡിസൈപ്പിൾ എന്നത് ഷൗലിന്റെ മെയിൻ മാർഷ്യൽ ഗ്രൂപ്പിൽ ഒഫീഷ്യലായി അംഗീകരിക്കപ്പെട്ട ഡിസൈപ്പിൾ. ഔട്ടർ സെക്ട് ഡിസൈപ്പിൾ സാധാരണയായി ഷൗലിന്റെ പുറത്താണ് തുടരുന്നത്. അതിനാൽ ഒരു പ്രാവശ്യം നീ ടെമ്പിളിന്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ അവർക്ക് നിന്നെ തൊടാനാകില്ല. പക്ഷേ അത് എളുപ്പമല്ല. എല്ലാവർക്കും പ്രിൻസിപ്പൽ ഡിസൈപ്പിൾ ആകാൻ പറ്റില്ല. എല്ലാവർക്കും മുവാന്റെ ലക്ഷ്യം മനസ്സിലായി. അവർ ഷോക്കായി. ഒരാൾക്കും ഒന്നും മനസ്സിലാകാതെ നിന്നു. മിയു, ഇന്നൊസെന്റ് ഫേസ്. ഷൗലിന്റെ പ്രിൻസിപ്പൽ മാർഷ്യൽ ഡിസൈപ്പിളിനെ ആർക്കും ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ അവന്റെ മനസ്സിലൊരു സംശയം, ഇത് വർക്ക് ചെയ്യുമോ? അപ്പോഴാണ് മാഡ് ഡോഗ് പറഞ്ഞ വാക്കുകൾ അവൻ ഓർമ്മ വന്നത്. അത് സത്യമാണോ എന്ന് പരീക്ഷിക്കണം. അവൻ മുക്കാങ്ങിന് കൈനീട്ടി. ഹായുങ്ങിനും ഷൗലിൻ ടെമ്പിളിനും ഒരിക്കലും സ്വന്തക്കാരെ ഉപേക്ഷിക്കില്ല. ഗൗരവത്തോടെ അവൻ വീണ്ടും ചോദിച്ചു, നീ ട്രൈ ചെയ്യുമോ? അവന്റെ ശബ്ദം മൃദുവും ആശ്വാസകരവുമായിരുന്നു. നീ ഒറ്റയല്ല. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞു. മുക്കാങ് ഒന്നും പറഞ്ഞില്ല. പ്രിൻസിപ്പൽ ഡിസൈപ്പിളാകാൻ എനിക്ക് കഴിവുണ്ടാകുമോ? അവന്റെ ശബ്ദം കുലുങ്ങി, സംശയവും ഭയവും ഒരുമിച്ച്. അപ്പോൾ മുവാൻ ബ്ലണ്ടായി ചോദിച്ചു, നീ നിന്റെ അച്ഛനെ മുത്തയുടെ വീട്ടിൽ ജീവിതകാലം ജോലി ചെയ്യാൻ വിടുമോ? ആ ചിന്ത മുക്കാങ്ങിന്റെ നെഞ്ചിലിടിച്ചു. അവൻ കണ്ണടച്ചു. ചിരിപ്പാവായി ജീവിക്കണോ, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ട്രൈ ചെയ്യണോ? അവസാനം അവൻ മുവാന്റെ കൈ പിടിച്ചു. ഞാൻ ട്രൈ ചെയ്യും, ഒരിക്കൽ കൂടി, എല്ലാം ശരിയാക്കാൻ. അത് കേട്ട് മുവാൻ സന്തോഷിച്ചു. അപ്പോൾ അവൻ സെക്കൻഡ് പ്ലാൻ തുറന്നു പറഞ്ഞു. മെയിൻ ഡിസൈപ്പിൾ ആകുന്നതുവരെ മുത്തായി നിന്നെ ബുള്ളി ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. മുക്കാങ് ചോദിച്ചു, സെക്കൻഡ് പ്ലാൻ എന്താണ്? മുവാൻ ചിരിച്ചു. സിമ്പിൾ. മുത്തയ്യെയും അവന്റെ കൂട്ടരെയും അടിച്ച് തകർക്കും. ഫ്ലാഷ് ഫോർവേഡ്. 3 ദിവസങ്ങൾക്ക് ശേഷം, ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ടൈം. ഒരിടുങ്ങിയ ആലിയിൽ ചില മങ്സ് ചെവിയിൽ കുഴപ്പം ചർച്ച ചെയ്യുന്നു. അവരാരാണ്? മുത്തയ്യും അവന്റെ ഗൂൺസും. മുക്കാങ്ങിലി ഇവിടെ വരുത്തൂ. വന്നില്ലെങ്കിൽ അവന്റെ വീട്ടിലേക്ക് കത്തയക്കും. ബ്ലാക്ക്മെയിൽ. മുഹായും മുഹോനും എക്സൈറ്റഡ്. ഇന്നവനെ തല്ലണം. അവർ കേട്ടു, മുഗിൻ, മിയു, മുക്കാങ് ഒരുമിച്ച് നടക്കുന്നു. കൂടുതൽ റൂമർ. മിങ്ങും കൂടെയുണ്ട്.
ആ റോൾ മോഡൽ മങ്ക് ഇവരോടൊപ്പം എന്തിന്? പക്ഷേ അതവർക്ക് കൂടുതൽ ഫൺ, കൂടുതൽ പ്രാക്ടീസ് ടാർഗറ്റ്സ്. മുത്തായി ഗ്രിൻ ചെയ്തു. അവസാനം മുവാന പഞ്ച് ചെയ്യാൻ പറ്റും. അവരവരെ മോക്ക് ചെയ്തു. ഡുവൽ തോറ്റ ക്രൈ ബേബി. കോയിൻസിഡന്റ്ലി മിങ്ങും അവന്റെ ഫ്രണ്ടും അവിടെയെത്തി. ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത് നേരിൽ കണ്ടപ്പോൾ അവർ ഷോക്ഡ്. 4 പേരും റെഡി, എസ്പെഷ്യലി അവർ ഹീറോ. ഓടരുത്, ബുള്ളീസ് ചിരിച്ചു. നീ ബ്രെയിൻലെസ് ഗൊറില്ലയെ തോൽപ്പിച്ചതെന്നതിനാൽ നമ്മൾ ഓടുമോ? അത് കേട്ടതോടെ മിങ് റേജ് മോഡ്. മുഹാൻ തന്റെ വലിയ മൂക്കുമായി മിങ്ങിനെ നേരിട്ടു. നമ്മുടെ ഹീറോ മുഹായിയെ. അവൻ മുഖാങ്ങിനെ നോക്കി. ഡീൽ ഓർമ്മയുണ്ടോ? നീ അവനെ ഹാൻഡിൽ ചെയ്യും. ഓർമ്മയുണ്ട് എന്നവൻ പറഞ്ഞു. പക്ഷേ ഉള്ളിൽ ഭയം. മുത്തായി സർക്കാസ്റ്റിക്കായി പറഞ്ഞു. അവസാനം ഫ്രണ്ട് കിട്ടിയല്ലോ. ഐ കോണ്ടാക്ട്. ടെൻസ് സൈലൻസ്. എപ്പിക് ഫൈറ്റ് ലോഡിംഗ്. മുത്തായിയുടെ പ്രസൻസ് മുക്കാങ്ങിനെ കുലുക്കി. അവന്റെ ശരീരം വിറച്ചു. മൂട്ടായി പറഞ്ഞു, നീ എന്നെ അടിച്ചാൽ നിനക്കും നിന്റെ അച്ഛനും എന്ത് സംഭവിക്കുമെന്നറിയാമല്ലോ. അത് കേട്ടതോടെ മൂക്കാങ് ഫ്രോസ്. അച്ഛന്റെ മുഖം മനസ്സിൽ. പക്ഷേ അവൻ ഓർമ്മിച്ചു, കൗവായി തുടരുകയാണെങ്കിൽ ഒന്നും മാറില്ല. സിറ്റുവേഷൻ മാറ്റണമെങ്കിൽ ഇപ്പോൾ തന്നെ ഫൈറ്റ് ചെയ്യണം. കണ്ണീരോടെ അവൻ ചാർജ് ചെയ്തു. എന്റെ അച്ഛനെ വിട്ടേക്കൂ. മൂട്ടായി സൈഡ് സ്റ്റെപ്പ് ചെയ്തു. ഇവൻ എന്തു പറ്റി? പഞ്ച് തിരിച്ചടിച്ചു. അതേസമയം മിങ് പഞ്ചു പിടിച്ചു, ഗ്രിപ്പ് ടൈറ്റൻ ചെയ്തു. ഒപ്പോണന്റ് സ്റ്റണ്ട്. ഇവൻ ഗൊറില്ലയല്ല. ഗ്രിപ്പ് കൂടി. പെയിൻ അൺബെയറബിൾ. എന്റെ അമ്മ എന്നെ എന്തിനു പ്രസവിച്ചു? മിങ് കംപ്ലീറ്റ്ലി ഡിഫറന്റ് വൈബ്. ഫ്ലാഷ് ബാക്ക്. മിങ് അവരുടെ ഗ്രൂപ്പിൽ ചേരാൻ മുമ്പ് നിരസിച്ചിരുന്നു. പക്ഷേ മുവാൻ പറഞ്ഞ നീ പേടിയാണോ അവനെ ട്രിഗർ ചെയ്തു. അവൻ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു. എസ്പെഷ്യലി നീ എനിക്ക് തോറ്റതെന്തിന്? അവർ ഹീറോ പറഞ്ഞു, ചെയിൻ പഞ്ച് സ്ട്രോങ് ആണ്, പക്ഷേ അത് മാത്രമാണ്. ബോഡി കൊണ്ട് അനുഭവിച്ചാൽ നീ വേഗം പഠിക്കും. നിന്റെ ചെയിൻ പഞ്ച് ഞാൻ ഉപയോഗിക്കും. നീ ഡോഡ്ജ് ചെയ്യണം. മിങ് ടെൻസ്. ഫസ്റ്റ് പഞ്ച് ഡോഡ്ജ്. സെക്കൻഡ് ടൈം അവർ ഹീറോ പഞ്ച് വൈൻഡപ്പ് ചെയ്തു. മിങ് ഫോക്കസ്. ബട്ട് കിക്ക്. ഡയറക്റ്റ് ഹിറ്റ്. മിങ് വേദനയിൽ നിലവിളിച്ചു. നീ ചതിച്ചു. അവർ ഹീറോ ശാന്തമായി പറഞ്ഞു, അത് തന്നെയാണ് നിന്റെ മിസ്റ്റേക്ക്. നീ ടു പ്രെഡിക്റ്റബിൾ ആണ്. ഒരു യുദ്ധം വിജയിക്കണമെങ്കിൽ എതിരാളിയെ വഞ്ചിക്കേണ്ടതുണ്ട്. ഈ വാക്കുകൾ കേട്ട നിമിഷം തന്നെ മഗിങ്ങിന്റെ മനസ്സിൽ എന്തോ പൊട്ടിത്തെറിച്ചു. അത് വെറുമൊരു ഉപദേശമായിരുന്നില്ല, അതൊരു പുതിയ യുദ്ധദർശനമായിരുന്നു. അവൻ പറഞ്ഞു, മാങ്ങിന്റെ അടികൾ വേഗതയും ശക്തിയും നിറഞ്ഞതാണ്. പക്ഷേ അവന്റെ ശരീരഭാവം നോക്കി ഞാനതെല്ലാം ഒഴിവാക്കി. എന്നാൽ മഗിങ് അത് അംഗീകരിച്ചില്ല. എനിക്ക് വേഗമേറിയതാകണം. എന്റെ അടികൾ വരുമെന്നറിഞ്ഞാലും അവരെ ഒഴിവാക്കാൻ പറ്റാത്തത്ര വേഗത്തിൽ. മഗിനറിയാമായിരുന്നു അവനൊരു പോയിന്റുണ്ടെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തനായവനായിരിക്കണം. അവൻ ഈ അറിവുകൾ നേടിയതെല്ലാം നോവലുകളിൽ നിന്നായിരുന്നു. അൺഓർത്തഡോക്സ് ടൈറന്റ് ക്രോണിക്കിൾസ് പോലെയുള്ള പുസ്തകങ്ങൾ. അവിടെ നായകന്റെ വാൾ ടെക്നിക്കുകൾ ലോകത്തിലെ ഏറ്റവും ശക്തമായവയായിരുന്നു. പക്ഷെ ഒരു കാര്യം വ്യക്തമായിരുന്നു, നീ ശക്തനല്ലെങ്കിൽ ആ അറിവുകൾക്ക് അർത്ഥമില്ല. അതിനാൽ മകൻ പറഞ്ഞു, അവസാനം വരെ നീ വഞ്ചന ഉപയോഗിക്കണം, മാനസിക യുദ്ധം ജയിക്കണം. റോക്ക് പേപ്പർ സിസേഴ്സ് പോലെ. ആദ്യത്തിൽ മഗിങ് മടിച്ചു, പക്ഷെ അവസാനം അവൻ സമ്മതിച്ചു. ഇപ്പോഴത്തെ കാലത്തിലേക്ക് മടങ്ങിയപ്പോൾ മഗിങ് തന്റെ ശത്രുവിനെ നോക്കി പുഞ്ചിരിച്ചു. അവന്റെ പുതിയ അറിവിന്റെ തെളിവ് പോലെ. അവൻ പിടിച്ച കൈയിൽ നിന്നും ബുള്ളി ഓരോ നിമിഷവും വേദന കൊണ്ട് കരഞ്ഞു. എന്റെ ചെയിൻ പഞ്ച് ഒഴിവാക്കാൻ ശ്രമിക്കൂ എന്ന് മഗിങ് കുരച്ചു. അവന്റെ ശബ്ദത്തിൽ രോഷം നിറഞ്ഞിരുന്നു. ഹീറോയുടെ ഉപദേശം അവന്റെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. വഞ്ചന ഉപയോഗിക്കുക, അതൊരു ഭീരുത്വമാണെന്ന് അവൻ കരുതിയിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അവനു തന്നെ അറിഞ്ഞില്ല. അവസാനം അവൻ സമ്മതിച്ചു. മഗിൻ ശരിയായിരുന്നു. അതിനാൽ മഗിൻ പറഞ്ഞു, നിനക്കിതിലും ശക്തനാകാൻ ഒരു വഴിയുണ്ട്. പക്ഷേ അത് ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല. യഥാർത്ഥ പോരാട്ടമായിരുന്നെങ്കിൽ അവൻ തന്റെ കുടുംബത്തിന്റെ മാർഷൽ ആർട്സ് ഉപയോഗിച്ചേനെ. അവർ ക്ഷേത്രത്തിലെ ഒരു ശൂന്യസ്ഥലത്തേക്ക് പോയി. മൂവിനെ കാവലിന് നിർത്തി. മുതിർന്നവരെ അസ്വസ്ഥരാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മഗിൻ പറഞ്ഞു. അവൻ കണ്ണടച്ചു, ആഴത്തിൽ ശ്വാസമെടുത്തു. അടുത്ത നിമിഷം പച്ചയും മഞ്ഞയും നിറഞ്ഞ ഒരു ഭീകര ഓറ അവനെ ചുറ്റിപ്പിടിച്ചു. അവന്റെ കണ്ണുകളിൽ ഭീഷണിയുള്ള ഒരു തിളക്കം. അത് തലമുറകളായി കൈമാറിയ കുടുംബ മാർഷൽ ആർട്സായിരുന്നു. അവന്റെ മുട്ട് പാറ പോലെ ദൃഢം. ഓരോ അടിയും വായുവിൽ പൊട്ടുന്ന ശബ്ദം. മൂഗാങ് ശ്വാസം മുട്ടി. ഇത് ചെയിൻ പഞ്ചല്ല, ഒരു ഹൈസ്കൂൾ ലെവൽ കിക്ക് ബോക്സറെ പോലെ തോന്നി. ഇത്ര ചെറുപ്പത്തിൽ ഇത്ര ശക്തി! അങ്ങനെയെങ്കിൽ, ഹീറോ ചിന്തിച്ചു,
മൂട്ടായിയും കൂട്ടരും എല്ലാവരും അവരുടെ സ്വന്തം മാർഷൽ ആർട്സ് ഉപയോഗിക്കും. അവൻ ബുള്ളിയെ പരിഹസിച്ചു. വരില്ലെങ്കിൽ ഞാൻ തന്നെ വരാം. ബുള്ളി ചൂണ്ടയിലായി. നേരെ ഓടിവന്നു. പക്ഷേ മഗിങ്ങിനുമായി താരതമ്യം ചെയ്യുമ്പോൾ അവന്റെ അടികൾ കുട്ടികളുടെ കളിയായിരുന്നു. ഹീറോ അതിവേഗം ഒഴിവാക്കി. ഇത് 90s സിനിമ പോലെ പ്രെഡിക്റ്റബിളാണ്. അവൻ ഡെംസി റോളിൽ മുന്നോട്ട് ചാർജ് ചെയ്തു. ബുള്ളി ഭയന്ന് മുഖം മറച്ചു. സ്കിൻ കെയർ നശിക്കുമെന്ന പേടി. അപ്പോൾ വയറ്റിലേക്ക് കൃത്യമായ അടി. വേദനയിൽ അവൻ കുലുങ്ങി. തിരിച്ചടിക്കാൻ ശ്രമിച്ചു. പക്ഷെ തുറന്ന നിലയിൽ. ഹീറോ അവനെ കാൽ വെട്ടി. ഒരു വലിയ ശബ്ദത്തോടെ അവൻ നിലത്തു വീണു. അവൻ കണ്ണു തുറക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതുപോലെ ഹീറോ അവന്റെ മുകളിൽ. അവൻ നിലത്തടിച്ചു. മണ്ണ് പറന്നു. അതൊരു മുന്നറിയിപ്പായിരുന്നു. ബുള്ളി കരഞ്ഞു. അച്ഛനോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഹീറോ തല ചുളിഞ്ഞു. അപ്പോഴാണ് കണ്ടത് മഗിങ് എല്ലാവരെയും വീഴ്ത്തിയിരിക്കുന്നു. പക്ഷെ പിന്നെ അവൻ കണ്ടത് മൂക്കാങ്ങിനെ. മൂട്ടായിയെ തിരിച്ചറിയാനാവാത്തത്ര അവൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. മതി! ഹീറോ നിലവിളിച്ചു. അപ്പോഴാണ് ഓർമ്മ വന്നത്. ബ്ലഡ് മങ്ക് മൂക്കാങ്, റിട്ടേൺ ഓഫ് ദ ഡീമൺ സുപ്രീം. രക്തത്തിൽ കൈകൾ, പാരമ്പര്യമില്ലാത്ത കണ്ണുകൾ. എന്താണ് ഞാൻ ഉണർത്തിയത്? അവർ ചേർന്നവനെ തടഞ്ഞു. എന്റെ അച്ഛനെ ബുള്ളി ചെയ്തു എന്ന് മൂക്കാങ് നിലവിളിച്ചു. അവസാനം അവൻ മുട്ടുകുത്തി, കരഞ്ഞു. അവനിപ്പോഴും ഒരു കുട്ടിയായിരുന്നു. പിന്നെ മാഡ് ഡോഗ് എത്തി. ശരീരങ്ങൾ നിലത്ത്. ഒരു കുട്ടി കരയുന്നു. അവന്റെ കണ്ണുകളിൽ കോപവും നിരാശയും. ഹീറോ മുന്നോട്ടു വന്നു. മൂക്കാങ്ങിന്റെ ചുമലിൽ കൈവച്ചു. അവന്റെ ശരീരത്തിൽ നീലപ്പാടുകൾ. മാഡ് ഡോഗ് വിറച്ചു. എന്താണ് സംഭവിച്ചത്? അവൻ ചോദിച്ചു. ബുള്ളിയിങ്. 2 മാസം. അവസാനം സത്യം പുറത്തുവന്നു. മാഡ് ഡോഗ് ശാന്തനായി, നീതിയോടെ. ഷാവോലിൻ സ്വന്തക്കാരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മൂക്കാങ് കരഞ്ഞുകൊണ്ട് തന്റെ കഥ പറഞ്ഞു. അവസാനം ന്യായം കേൾക്കപ്പെട്ടു. മൂക്കാങ് ക്ഷേത്രത്തിന്റെ ശിഷ്യനാണെന്നതിനാൽ അവന് സംരക്ഷണം ആവശ്യമാണെന്ന് അവൻ കരുതി. പക്ഷേ മാഡ് ഡോഗ് അവനെ ഓർമ്മിപ്പിച്ചു, അവൻ ചെയ്തത് തെറ്റാണെന്ന്. കാരണം മൂട്ടായിയും കൂട്ടരും ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ആ വാക്കുകൾ നമ്മുടെ ഹീറോയുടെ ഉള്ളിൽ എന്തോ ഒരു സ്വിച്ച് ഓൺ ചെയ്തതുപോലെ തോന്നി. അവർ മൂക്കാങ്ങിന്റെ ജീവനും അവന്റെ അച്ഛന്റെ ജീവനും ഭീഷണിപ്പെടുത്തിയിട്ടും നിങ്ങൾ അവരെ ഇപ്പോഴും ക്ഷേത്രത്തിന്റെ ശിഷ്യന്മാരായി കാണുമോ? അവൻ ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളോടുള്ള അവന്റെ വിശ്വാസം തന്നെ ഒന്ന് കുലുങ്ങി. ഇരുവരും തമ്മിൽ പരസ്പരം നോക്കി നിന്നു. വാക്കുകളില്ലാതെ ഭാരം നിറഞ്ഞ ഒരു നിശബ്ദത. അവസാനം ഒരാളിടപെട്ടു. നമ്മുടെ ഹീറോയുടെ വാക്കുകൾ ശരിയാണെന്ന് അവൻ സമ്മതിച്ചു. പക്ഷേ അത് സത്യമാണെന്ന് തെളിയിച്ചാൽ മാത്രം. അവൻ പറഞ്ഞു, ഇവിടെ തന്നെ, ഇപ്പോൾ തന്നെ സമഗ്രമായ അന്വേഷണം നടത്തണം. ഫലം വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കണം. ആ മനുഷ്യൻ മറ്റാരുമല്ലായിരുന്നു, ഹ്യൂൻ സൺ, അഹത് ഹാൾ ലീഡർ. അവൻ ഉറപ്പിച്ചു പറഞ്ഞു, നമ്മുടെ ഹീറോ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചാൽ ആ കുട്ടികൾ ഇനി ഷാവോലിൻ ശിഷ്യന്മാരായിരിക്കില്ല. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോ ശാന്തനായി. ന്യായമായ അന്വേഷണം വേണം, അത് ശരിയാണ്, നിങ്ങൾ അന്വേഷിക്കൂ, അവൻ പറഞ്ഞു. എന്നാൽ ഹ്യൂൻ സൺ പിന്നെയും കൂട്ടിച്ചേർത്തു, ബുള്ളികളെ ശിഷ്യന്മാരിൽ നിന്ന് പുറത്താക്കിയാലും ഹാളിൽ നടന്ന സംഭവം മറക്കാൻ കഴിയില്ല. ഷാവോലിൻ മാർഷൽ ആർട്സ് ശത്രുക്കളെ കീഴടക്കാനാണ്, കൊല്ലാനല്ല. അവൻ മൂകാങ്ങിനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, മൂട്ടായിക്കെതിരെ ചെയ്തത് അത്യന്തം ക്രൂരമായിരുന്നു. അവൻ ഇപ്പോഴും ഒരു കുട്ടിയല്ലേ. ഉടൻ തന്നെ മൂകാങ് മാപ്പ് പറഞ്ഞു. താൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷെ നമ്മുടെ ഹീറോ അവനെ നിർത്തി, കൈനീട്ടി, വാക്കുകളില്ലാതെ. അതിനുശേഷം മൂവാൻ മുന്നോട്ട് വന്നു. അത് ഞാൻ ചെയ്തതാണ്, അവൻ പറഞ്ഞു. എനിക്ക് നിയന്ത്രണം വിട്ടു. മൂക്കാങ്ങിന്റെ മുറിവുകൾ കണ്ടപ്പോൾ അവന്റെ വികാരങ്ങൾ പൊട്ടിത്തെറിച്ചു. അതാണ് എല്ലാത്തിന്റെയും കാരണം. മൂകാങ് ഞെട്ടി. ഇത്രയൊക്കെ സഹായിച്ച ഒരാൾ ഇപ്പോൾ തന്റെ പാകുഭാരം ഏറ്റെടുക്കുന്നു. അവന്റെ കണ്ണുകളിൽ ആദരവ് തെളിഞ്ഞു. മൂവാൻ അവനൊരു മാതൃകയായി മാറി. ധൈര്യത്തിന്റെ, ത്യാഗത്തിന്റെ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ. പക്ഷെ അതിനു പിന്നിൽ ഒരു വലിയ കാരണമുണ്ടായിരുന്നു. നമ്മുടെ ഹീറോ മനസ്സിലാക്കി, മൂക്കാങ് ലോകത്തോട് വെറുപ്പ് തോന്നി എല്ലാ ഭാരങ്ങളും ഒറ്റയ്ക്ക് ചുമന്ന് വഞ്ചിക്കപ്പെട്ടാൽ അവൻ ബ്ലഡ് മങ്കാകും. അത് തടയണം, എന്തു വില കൊടുത്തും. അവനെ സംരക്ഷിക്കാനാണ്, അവനെ ആ ഇരുണ്ട വഴിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാനാണ് അവൻ ആ കുറ്റം ഏറ്റെടുത്തത്. അവൻ അവന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാകാൻ തീരുമാനിച്ചു. പോരാട്ടത്തിനു ശേഷം മാഡ് ഡോഗ് നമ്മുടെ ഹീറോയെ ഭിത്തിയിൽ നോക്കി ധ്യാനിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒരു ശിക്ഷ, ഒരു ചെറിയ ഗുഹ. അവിടെ ഇരുന്ന് ഭിത്തിയെ നോക്കി ധ്യാനിക്കണം. അവൻ പരാതിപ്പെട്ടില്ല, പ്രതിഷേധിച്ചില്ല. നീതിയും നീതിപാലനവും നിലനിർത്താൻ ഇതാവശ്യമാണെന്ന് അവൻ അറിഞ്ഞു. അത് മാഡ് ഡോഗിന്റെയും മറ്റു സീനിയർമാരുടെയും ആദരവ് പിടിച്ചുപറ്റി. ധ്യാനത്തിനിടയിൽ അവന്റെ മനസ്സിൽ പഴയ നോവലുകളുടെ കഥകൾ തെളിഞ്ഞുവന്നു. ഷാവോലിൻ ക്രോണിക്കിൾസ്, റിട്ടേൺ ഓഫ് ദ ഡീമൺ സുപ്രീം. അവയെല്ലാം ഒരേ ലോകം, ഒരേ കാലഘട്ടം, പക്ഷേ വ്യത്യസ്ത സ്ഥലങ്ങൾ. എങ്കിൽ തന്റെ ഇടപെടൽ മറ്റു കഥകളെ മാറ്റുമോ? ബട്ടർഫ്ലൈ ഇഫക്റ്റ്? അവൻ ഭയപ്പെട്ടു. താൻ കഥകൾ നശിപ്പിച്ചുമോ? ഒരു മഹത്തായ കഥയെ ചീപ്പ് നോവലാക്കി മാറ്റുമോ?
അവൻ മൂക്കാങ്ങിനെ രക്ഷിച്ചു. അത് ശരിയായിരുന്നോ? ബ്ലഡ് മങ്ക് ഉണ്ടായില്ല. എൻലൈറ്റൻമെന്റും മാറിപ്പോയി. എല്ലാം കുഴഞ്ഞു. അവൻ ഉത്തരങ്ങൾ തേടി, പക്ഷെ ഒന്നും മനസ്സിലായില്ല. അതിനിടയിൽ മാഡ് ഡോഗ് പിന്നിൽ നിന്നു, ഒരു നിഴല് പോലെ. ഓരോ ശ്വാസവും ഓരോ ചിന്തയും അവൻ നിരീക്ഷിച്ചു. ഒരു 12 വയസ്സുകാരന് ഇങ്ങനെ ശ്രദ്ധയും പശ്ചാത്താപവും. അവൻ മനസ്സിലാക്കി, ഈ കുട്ടി ഭാവിയിൽ ഷാവോലിന്റെ തൂണാകും. അഹത് ഹാളിൽ അന്വേഷണം പൂർത്തിയായി. സാക്ഷ്യങ്ങൾ ഒരേപോലെ. സത്യം ജയിച്ചു. മൂട്ടായിയും കൂട്ടരും കുറ്റക്കാരാണെന്ന് തെളിയിച്ചു. മാഡ് ഡോഗ് പറഞ്ഞു, ഇത് ദുരന്തമല്ല, ദുരന്തം കണ്ടെത്തി നിർത്തിയ ഒരനുഗ്രഹമാണ്. അവസാനം അവൻ തന്റെ അഭിപ്രായം പറഞ്ഞു, ഇത് ഒരാളുടെ തെറ്റല്ല, എല്ലാവരുടെയും തെറ്റാണ്. കാരണം പരിശീലനത്തിന്റെ കുറവ്. കൂടുതൽ കർശനമായ നിയന്ത്രിതമായ പരിശീലനം വേണം. ഹ്യൂൻസൺ സമ്മതിച്ചു. ഇത് നിങ്ങളെ ഏൽപ്പിക്കുന്നു, അവൻ പറഞ്ഞു. കുട്ടികൾ കുറ്റക്കാരാണ്, അവർക്ക് ശിക്ഷ ലഭിക്കും. പക്ഷേ ഇനി ഇതൊരിക്കലും ആവർത്തിക്കരുത്. അതുകൊണ്ടാണ് ആദ്യം അവൻ ശിക്ഷാകോടതിയിലേക്ക് പോകേണ്ടത്. മാഡ് ഡോഗ് അത് അംഗീകരിച്ചു. കുട്ടികളെ ശരിയായ വഴിയിൽ നയിക്കാൻ താൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. പക്ഷെ അവൻ ഇപ്പോഴും നമ്മുടെ നായകനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും നമ്മുടെ നായകൻ ഒരു തവണ പോലും ഇളകിയില്ല. അവൻ ആ സ്ഥാനത്ത് തന്നെയിരുന്നു. ശ്വാസം, ശ്രദ്ധ, എല്ലാം പൂർണ്ണ നിയന്ത്രണത്തിൽ. 2 മണിക്കൂർ ധ്യാനം കഴിഞ്ഞപ്പോൾ ഇനി വെറുതെ അവന്റെ ശിക്ഷാനിഷ്ഠ അളക്കാൻ നോക്കി നിന്നിട്ട് കാര്യമില്ലെന്ന് മാഡ് ഡോഗിന് തോന്നി. അവൻ തന്റെ ചലനകലാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. പോകുന്നതിനു മുൻപ് അവൻ പറഞ്ഞു, നിനക്കിടയ്ക്കിടെ വെള്ളവും അരിയുണ്ടകളും കൊണ്ടുവരാം. നിനക്കൊന്നും പേടിക്കണ്ട, ധ്യാനത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ തിരികെ നമ്മുടെ നായകനിലേക്ക്. മണിക്കൂറുകളോളം ധ്യാനം ചെയ്തതുകൊണ്ട് അവൻ ബുദ്ധനാകാൻ പോകുന്ന പോലെ തന്നെ തോന്നി. അവൻ മനസ്സിൽ പറഞ്ഞു, ഒടുവിൽ ആ ക്രീപ്പ് പോയല്ലോ. 7 വർഷം സ്പെഷ്യൽ ഫോഴ്സിലുണ്ടായിരുന്നത് വെറുതെയല്ല. അതിനാലാണ് മാഡ് ഡോഗ് അടുത്തുണ്ടെന്ന് പോലും അവന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അവൻ കിടന്നു, ചിന്തിച്ചു. 7 ദിവസത്തെ ശിക്ഷ, ഇത്രയും സമയം എങ്ങനെ കൊല്ലും? അവന് ഒരു കാര്യം വിഷമമായി. വ്യായാമത്തിനാവശ്യമായ പ്രോട്ടീൻ, ബീൻസില്ല, കൂണില്ല. അപ്പോൾ അവൻ ഓർത്തു, അവൻ അവസാനമായി മാംസം കഴിച്ചിട്ട് വളരെ നാളായി. ഈ ലോകത്തേക്ക് ട്രാൻസ്മൈഗ്രേറ്റ് ചെയ്യുന്നതിനു മുമ്പ് അവൻ കഴിച്ചത് ഫ്രൈഡ് ചിക്കൻ. ഓർമ്മകൾ അവനെ പിടിച്ചുകുലുക്കി. കുരുമുളകുള്ള ക്രിസ്പി തൊലി, കടിച്ചാൽ കേൾക്കുന്ന ക്രഞ്ച്, മൃദുവായ മാംസം. ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ സ്വന്തം പേരുപോലും മറക്കും. അവന്റെ വയറ് കുരുക്കി. മാംസത്തിനായി നിലവിളിച്ചു. വിശപ്പത്രയേറെ ശക്തമായി. ധ്യാനം ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ. മാംസം എവിടെ കിട്ടും? ഒരു നിമിഷം അവൻ ചിന്തിച്ചു, ഈ കോഴിത്തൊഴുത്തിൽ നിന്ന് ഒരു കോഴി കാണാതായാൽ സന്യാസികൾ ശ്രദ്ധിക്കുമോ? പെട്ടെന്നവൻ എഴുന്നേറ്റു. ഒരു ഐഡിയ. ഇവിടെ കാട് തന്നെയല്ലേ, വേട്ടയ്ക്ക് പോകാം. ഒരണലിയെങ്കിലും പിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ. അടുത്ത കാഴ്ച, ഒരു ചെറിയ പെൺകുട്ടിയും ഒരു മുയലും. നമ്മുടെ നായകൻ വെച്ച വേട്ടക്കുരുക്കിനെ കൗതുകത്തോടെ നോക്കി. മുയൽ, അതെ, ആ ബുദ്ധിയില്ലാത്ത മുയൽ കുരുക്കിൽ വീണു. നമ്മുടെ നായകന് ചിരി അടക്കാനായില്ല. ഇത്ര എളുപ്പമോ? അത് കണ്ട പെൺകുട്ടി ഉയർന്ന പുല്ലുകൾക്കുള്ളിൽ ഒളിച്ചു. അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി. ഇനി എന്തു സംഭവിക്കും? നമ്മുടെ നായകൻ കുരുക്കിലേക്ക് നടന്നു. അവൾ അവനെ ശ്രദ്ധിക്കുമോ? പെട്ടെന്ന് അവനൊരു ഭ്രാന്തനെപ്പോലെ കൂവിയുയർന്നു, പ്രോട്ടീനെത്തിയേ! അത് കേട്ട നിമിഷം തന്നെ അവന്റെ റേറ്റിംഗ് അവളുടെ കണ്ണിൽ 0/10 അവന്റെ കണ്ണുകൾ തെളിഞ്ഞു. വായിൽ വെള്ളമൂറി. മാംസം കണ്ടാൽ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു മാംസഭോജി ഡിസ്കോ ബോൾ പോലെ. പക്ഷെ പെൺകുട്ടി ശാന്തമായി അവനെ നോക്കി. പ്രോട്ടീൻ ഒബ്സഷൻ. ഇതേ സമയം സോനൻ പർവ്വതത്തിനടുത്ത് ഷാവൂലിൻ ക്ഷേത്രമുള്ള യൂചാൻ പ്രിഫെക്ചറിൽ ഷാവൂലിൻ ശിഷ്യന്മാർ വിവരശേഖരണത്തിന് പിരിഞ്ഞു. ജനങ്ങളോട് സംസാരിച്ചു. സംഭവിച്ച കാര്യങ്ങൾ കേട്ടു. അവസാനം സെയുൾ എസ്കോട്ട് സ്ഥാപനത്തിന്റെ മുന്നിൽ അവർ ഒത്തുചേർന്നു. അവിടെ ഹയോൾ എന്ന സന്യാസി സ്വയം പരിചയപ്പെട്ടു. അവൻ ഷാവൂലിൻ ഔട്ടർ ഹാളിന്റെ വൈസ് ഹാൾ ലീഡറാണ്. ഒരു എസ്കോട്ട് അതീവ സന്തോഷത്തോടെ അവനെ സ്വാഗതം ചെയ്തു. അവന്റെ പേര് സിമോൺ പാങ്, മുട്ടായുടെ അച്ഛൻ, സെയുൾ എസ്കോട്ട് സ്ഥാപനത്തിന്റെ ഉടമ. ഇൻവിൻസിബിൾ ഫിസ്റ്റ് എന്നറിയപ്പെടുന്ന സന്യാസിയെ കാണാൻ കഴിഞ്ഞതിൽ അവൻ അഭിമാനിച്ചു. പക്ഷെ മകനെ കണ്ട നിമിഷം അവന്റെ പുഞ്ചിരി അപ്രത്യക്ഷമായി. മുട്ടായി, മുറിവുകളാൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥ.
അത് സിമോൺ പാങ്ങിനെ ക്രോധാന്വിക്തനാക്കി. എന്താണ് നടന്നത്? എന്തിനാണ് മകൻ ഇങ്ങനെ വിറയ്ക്കുന്നത്? എന്നാൽ സന്യാസികൾ പിന്നോട്ടില്ല. ഹയോൾ സത്യം പറഞ്ഞു. നിങ്ങളുടെ മകന്റെ അവസ്ഥയ്ക്ക് അവന്റെ സ്വന്തം തെറ്റുകളാണ്. ശരീരവും മനസ്സും ശുദ്ധമാക്കാൻ പകരം അവൻ കൂട്ടുകാരെ പീഡിപ്പിച്ചു. അതുവഴി ക്ഷേത്രത്തിൽ കലഹം സൃഷ്ടിച്ചു. അതുമാത്രമല്ല, യൂചാൻ പ്രിഫെക്ചറിൽ ഒരു വലിയ അസാധാരണത കണ്ടെത്തി. സിമോൺ പാങ്ങിന്റെ മുഖം വെളുത്തു. സെയുൾ എസ്കോട്ട് സ്ഥാപനം ജനങ്ങളിൽ നിന്ന് പണം കൊള്ളയടിക്കുകയായിരുന്നു. ഹയോൾ കോപം കൊണ്ട് വിറച്ചു. ഷാവൂലിൻ പിന്തുടരുന്ന ഒരു ഔട്ടർ സെക്ട് ഇത്ര നികൃഷ്ടമായ പ്രവൃത്തി ചെയ്യുമോ? അവൻ ഉത്തരവിട്ടു, ഇവരുടെ മാർഷൽ ആർട്സ് പൂർണ്ണമായും ഇല്ലാതാക്കുക. എസ്കോട്ടിന്റെ സ്വകാര്യ സൈന്യം സന്യാസികളെ തടയാൻ ശ്രമിച്ചു. പക്ഷെ നീതി തടയാനാവില്ല. മുടി കുറവുള്ളവർ, അവർ കൂടുതൽ ശക്തരായിരുന്നു. അവസാനം അവരുടെ എല്ലാ മാർഷൽ ആർട്സും ഇല്ലാതാക്കി. അവർ ജനങ്ങളിൽ നിന്ന് കവർന്നതെല്ലാം തിരികെ നൽകി. അതേസമയം ഹായുങ് ജനങ്ങളെ ശാന്തരാക്കാൻ ശ്രമിച്ചു. അവൻ മുക്യാങ്ങിന്റെ അച്ഛനെ കണ്ടു. സത്യം കേട്ടപ്പോൾ ആ പാവം മനുഷ്യൻ തകർന്നു. ഹായുങ് മാപ്പ് പറഞ്ഞു, പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇനിയൊരിക്കലും ഇതുപോലെ സംഭവിക്കില്ല. അവസാനം മുക്യാങ്ങിന്റെ അച്ഛനെ ഷാവൂലിൻ അനുബന്ധ എസ്കോട്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ മാറ്റി. ഇപ്പോൾ വീണ്ടും കാട്ടിലേക്ക്. നമ്മുടെ നായകൻ ഒരു വളരെ മോശം കുരുക്ക് കണ്ടു. ഇതെന്ത് കുരുക്ക്? ഒരു ചെറു കൊമ്പുകൊണ്ട് വേട്ടയോ? ഇത് തന്റെ കുരുക്കിലുമൊരു സാമ്യമുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും വേസ്റ്റ്. എന്നെ കോപ്പി ചെയ്യുന്ന ആരോ ഇവിടെയുണ്ട്. അവൻ തിരിഞ്ഞു. പുല്ലുകൾക്കുള്ളിൽ ശബ്ദം. അവൻ കണ്ടത് ഒരു വിശപ്പുള്ള ചെറിയ പെൺകുട്ടി. അവളുടെ വസ്ത്രങ്ങൾ കാട്ടിനൊട്ടും ചേരാത്തത്, കണ്ണിൽ പേടിയും വിശപ്പും. അവൾ ഓടി. അവൻ പിന്തുടർന്നു. അവൾ കരുതിയത് അവനെ ഒഴിവാക്കി. പക്ഷേ അവൻ അവളുടെ മുന്നിലായിരുന്നു. അവൻ കൈനീട്ടി. അവളുടെ കണ്ണുകളിൽ ഭയം. അവൾ മാപ്പു പറഞ്ഞു. നമ്മുടെ നായകൻ ആശ്ചര്യപ്പെട്ടു. ഇത്ര സുന്ദരിയായൊരു പെൺകുട്ടി ഇത്രയകലെ കാട്ടിൽ. അവൻ ഭക്ഷണം നൽകി. അവൾ സന്തോഷത്തോടെ കഴിച്ചു. മുഖൻ കുസൃതിയായി പറഞ്ഞു, വിശപ്പാണല്ലോ, എന്റെ കുരുക്ക് കോപ്പി ചെയ്തല്ലേ? അവൾ സമ്മതിച്ചു. പിന്നെ ചോദിച്ചു, നിങ്ങൾ സന്യാസിയല്ലേ? മാംസം കഴിക്കാൻ പാടില്ലല്ലോ? നിശബ്ദത. അവൻ ചിരിച്ചു. എനിക്കെന്റെ കാരണങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ട. പിന്നെ അവൻ ചോദിച്ചു, നീ ഇത്രയകലെ എന്തിന്? ഇത് ഷാവോലിൻ പ്രദേശമാണ്. അവളുടെ വിശപ്പ് മാറി. അവളുടെ മുഖം മാറി. നായകന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ അവൾക്കെന്തു പറയണമെന്നറിയാതെ അവൾ നിശബ്ദയായി മുഖം തിരിച്ചു. കുറച്ചു നിമിഷങ്ങൾക്കകം സത്യം പുറത്തുവന്നു. അവളുടെ അച്ഛൻ അവളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അതോടെ അവൾ ഈ കനത്ത മലക്കാടുകളിൽ ഒറ്റപ്പെട്ട് അലഞ്ഞുകൊണ്ടിരുന്നു. ഇത് മനസ്സിലായതുകൊണ്ട് നമ്മുടെ നായകൻ അവൾക്ക് സ്വന്തം സാഹചര്യങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അതിനാൽ അവൻ കൂടുതൽ ചോദിക്കാതെ വിഷയം സാവധാനം മാറ്റി. അപ്പോൾ ചെറിയ പെൺകുട്ടി നിരപരാധിയായി ചോദിച്ചു, എന്റെ മുയൽവേട്ട രഹസ്യമാക്കി വെക്കാമോ? അവളുടെ കണ്ണുകളിൽ കൗതുകം. അവൾ ചോദിച്ചു, നിങ്ങൾക്ക് മാംസം കഴിക്കുന്നതായി പിടിക്കപ്പെടും അതുകൊണ്ടാണോ? മുയാൻ ചിരിച്ചു. അത് മാത്രമല്ലെന്നവൻ പറഞ്ഞു. അവൻ അവളോടൊരു കരാർ മുന്നോട്ടുവെച്ചു. അവൾ ഈ കാര്യം രഹസ്യമായി സൂക്ഷിച്ചാൽ അവളെ വീട്ടിലെത്തിക്കാൻ അവന് സഹായിക്കും. അതോടൊപ്പം അവൻ കൂട്ടിച്ചേർത്തു, വളരെ സ്വാധീനമുള്ള ഒരു ഷർട്ട് പോലും ഇല്ലാത്ത ഒരു സന്യാസി വരും. അവൻ നിന്നെ എളുപ്പത്തിൽ സഹായിക്കും. പെൺകുട്ടി സംശയത്തോടെ ചോദിച്ചു, അദ്ദേഹം വരുമെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? നായകൻ ചിരിച്ചു. മറുപടി പറഞ്ഞു, അദ്ദേഹത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുന്നു. അവൾക്ക് ഗുഹയുടെ പ്രവേശനത്തിൽ കാത്തിരിക്കാൻ പറഞ്ഞു. അവിടെ ഉടനെ എത്തുമെന്ന് പറഞ്ഞു. അതിനിടയിൽ മാഡ് ഡോഗ് നായകനെ അന്വേഷിച്ചു വരുന്നതിനിടയിൽ ആ പെൺകുട്ടി സഹായം അഭ്യർത്ഥിച്ചു. അവൾ കൂട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയതാണെന്നും വഴിതെറ്റിയതാണെന്നും പറഞ്ഞു. മാഡ് ഡോഗ് സഹായിക്കാൻ സന്നദ്ധനായിരുന്നു. പക്ഷേ ആദ്യം അവൻ ചോദിച്ചു, ഈ ഗുഹയ്ക്കുള്ളിൽ ഒരു ആൺകുട്ടിയെ കണ്ടോ? അത് കേട്ട നിമിഷം നമ്മുടെ നായകന്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് പാഞ്ഞു. അത് പെൺകുട്ടി ശ്രദ്ധിച്ചു ചിരിച്ചു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് മുഗാൻ അവളോട് അവരെ കണ്ടത് രഹസ്യമാക്കാൻ പറഞ്ഞത്. അവൾ കവർ പറഞ്ഞു, ഞാൻ ഗുഹയ്ക്കടുത്തേക്ക് പോലും പോയില്ല, പേടിച്ചു. മാഡ് ഡോഗ് അത് വിശ്വസിച്ചു. അവൻ പറഞ്ഞു, മുഗാൻ എന്നെ നിരാശപ്പെടുത്തില്ലെന്ന് എനിക്കറിയാം. അതോടെ അവൻ പെൺകുട്ടിയുമായി താഴേക്ക് പോകാൻ തീരുമാനിച്ചു. പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു, ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം. അവളുടെ പേര് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്റെ പേര് റാൽ വേർ. അതേസമയം ആ അഭിജ്ഞനായ നിയമപാലക സന്യാസിയൊടുവിൽ പോയതിൽ നായകൻ ആശ്വാസത്തോടെ കിടന്നു. അവളുടെ പേരുപോലും ചോദിക്കാതെ പോയെന്നവന് തോന്നി. പക്ഷേ അത് തന്റെ കാര്യമല്ലെന്ന് കരുതി അവൻ വിട്ടുകളഞ്ഞു. ക്ഷേത്രത്തിൽ
പിന്നീട് ക്ഷേത്രത്തിൽ മാഡ് ഡോഗ് മുക്യാങ് എന്ന ശിഷ്യനെ വിളിച്ചു. യൂചാൻ പ്രിഫെക്ചറിൽ നടന്ന എല്ലാം അവൻ വിശദമായി പറഞ്ഞു. മുത്ത് ബാലനെ പീഡിപ്പിച്ചിരുന്ന സെയുൾ എസ്കോട്ട് സ്ഥാപനത്തെ പൂർണ്ണമായും അടച്ചുപൂട്ടിയതും അവന്റെ അച്ഛന് പുതിയ ജോലി ഒരുക്കിയതുമെല്ലാം. ഇനി നീ ആശങ്കപ്പെടേണ്ട. ഷാവോലിൻ ക്ഷേത്രത്തിലെ യഥാർത്ഥ ശിഷ്യനാകുന്നതിൽ ശ്രദ്ധിക്കുക എന്നവൻ പറഞ്ഞു. അത് കേട്ട നിമിഷം തന്നെ മുക്യാങ് വിറച്ചു. അവൻ പൊട്ടിക്കരഞ്ഞു. എല്ലാം തീർന്നു എന്ന ആശ്വാസം. അവൻ വാഗ്ദാനം ചെയ്തു, ഞാൻ എന്റെ മുഴുവൻ ശക്തിയും കൊടുക്കും. മാഡ് ഡോഗ് അവന്റെ മുട്ടുകുട്ടിയെ മുട്ടത്തല തട്ടിക്കൊണ്ട് ചിരിച്ചു. ഇതെല്ലാം മുഗ്ജിൻ കൊണ്ടാണെന്ന് മുക്യാങ് പറഞ്ഞു. ഷാവോലിൻ ഒരു ശിഷ്യനെയും ഉപേക്ഷിക്കില്ല എന്നവൻ ഓർമ്മിപ്പിച്ചതിനാൽ. അതിനിടയിൽ നമ്മുടെ നായകൻ സന്തോഷത്തോടെ ഓർത്തു. സ്പെഷ്യൽ ഫോഴ്സിൽ നിന്ന് കിട്ടിയ സർവൈവൽ ട്രെയിനിംഗ് ഇപ്പോൾ അവനെ എളുപ്പത്തിൽ വേട്ടയാടാൻ സഹായിക്കുന്നു. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അവൻ തുറന്ന തീ ഉപയോഗിച്ചു എന്നവൻ മറന്നുപോയി. അതിനാൽ തെളിവുകൾ കുറയ്ക്കാൻ അവൻ ഗുഹയ്ക്കുള്ളിൽ പാകം ചെയ്യാൻ തുടങ്ങി. സമയം കുറവായതുകൊണ്ട് മുയലിനെ മണ്ണിൽ പൊതിഞ്ഞ് പാകം ചെയ്തു. പിന്നീട് മണ്ണിനൊപ്പം രോമവും പറിച്ചു. പൂർണ്ണമല്ലെങ്കിലും അവനാവശ്യമായ പ്രോട്ടീൻ കിട്ടി. ഷാവൂലൻ ക്ഷേത്രത്തിലെത്തിയ ശേഷം ഇതവന്റെ ആദ്യ മാംസഭക്ഷണമായിരുന്നു. അതൊരു വലിയ ആശ്വാസം. 5-ാമത്തെ ദിവസം അവൻ മണി മുഴങ്ങുന്നതിനു മുൻപേ എഴുന്നേറ്റു. ലോട്ടസ് പൊസിഷനിലിരുന്ന് ലോകത്തെ നേരിട്ടു. ധ്യാനം കഠിനാധ്വാനത്തിനല്ല, ഒരു പ്രത്യേക വ്യക്തി സ്ഥിരമായി ഗുഹ ചെക്ക് ചെയ്യുന്നതുകൊണ്ടായിരുന്നു. മാഡ് ഡോഗ് അത്ഭുതപ്പെട്ടു. ഞാനാണ് കഠിനാധ്വാനിയെന്ന് കരുതി, ഇവൻ അതിനുമപ്പുറമാണ്. ശബ്ദമില്ലാതെ അടുത്തുചെന്ന് വെള്ളം നിറച്ചു. ഭക്ഷണക്കിറ്റ് കൈമാറി. 7-ാം ദിവസം വരെ മതിയാവുന്ന റേഷൻ. അളവ് കണ്ടപ്പോൾ ഇത്ര ചെറിയ കുട്ടിക്ക് ഇത്രയേറെ കുറവോ എന്നവൻ വിചാരിച്ചു. ശിക്ഷ അതിയായി തോന്നി. നായകൻ ദിവസം ഒരു ഗ്രെയിൻ ബോൾ മാത്രവും വെള്ളവും കഴിച്ചു. വേട്ടയിലൂടെ ഊർജം പൂരിപ്പിച്ചു. 6-ാം ദിവസം വ്യായാമത്തിനൊപ്പം ശ്വസനരീതിയും ഊർജ്ജചക്രണവുമായി സാമ്യമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ രണ്ടും ചേർത്തു. ഫലം? ശരീരം ഇതുവരെ അനുഭവിക്കാത്ത തരത്തിൽ ഉന്മേഷം നിറഞ്ഞു. അറിയാതെ അവൻ എനർജി അക്യുമുലേഷൻ ആർട്ട് എന്ന ഉയർന്ന പരിശീലനത്തിലേക്ക് കടന്നിരുന്നു. അവസാന ദിവസം മാഡ് ഡോഗ് വന്നു. നിന്റെ വാൾ ഫേസിംഗ് ജ്ഞാനം അവസാനിച്ചു. ഇന്ന് മലകളിലൂടെ നടക്കുമ്പോൾ ട്രെയിനിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഷാവുലിൻ പരിശീലനം ഇനി കൂടുതൽ കടുപ്പമാകും. ട്രെയിനിംഗ് ഹാളിൽ സുഹൃത്തുക്കളുടെ പുഞ്ചിരി. വളരെ കഠിനമാണ് ട്രെയിനിംഗ്, പക്ഷെ നിന്നെ കണ്ടതിൽ സന്തോഷം. അപ്പോൾ മണൽ നിറച്ച ചാക്കുകളെത്തി. ഭാരം കൂട്ടാൻ. ഹോഴ്സ് സ്റ്റാൻഡ്സ് തുടങ്ങി. എല്ലാവരും തളർന്നു. പക്ഷേ നമ്മുടെ ജിംറാറ്റോ സന്തോഷത്തിൽ. PR തകർക്കാനുള്ള അവസരം. അവൻ മണൽച്ചാക്കുകൾ ഡംബലായി ഉപയോഗിച്ചു. സീനിയർമാർ അവനെ വട്ടൻ എന്ന് വിളിച്ചു. അപ്പോഴാണ് മാഡ് ഡോഗ് എത്തിയത്, കോപത്തോടെ. പക്ഷേ അവനൊരു കാര്യം ശ്രദ്ധിച്ചു. നായകന്റെ ശരീരത്തിൽ തീക്ഷ്ണമായ ഊർജം, എനർജി അക്യുമുലേഷൻ ആർട്ട്. ഇത് സാധാരണ ആളുകൾക്ക് കഴിയില്ല. എന്നാൽ ഇവിടെ അത് നടക്കുകയായിരുന്നു, അറിയാതെ. അതേസമയം നായകൻ ചിരിച്ചു പറഞ്ഞു, ബോഡി വെയ്റ്റ് വ്യായാമം ബോറായി, ഈ ഫ്രീഡം ബെൽസ് കിട്ടിയത് നന്നായി. അവൻ ഓരോ റിപ്പിറ്റേഷനും ചെയ്യുമ്പോഴും പമ്പിനെ പിന്തുടരുന്ന ഒരാളായി മാറി. ട്രൈസെപ്സ് ഓവർഹെഡ് എക്സ്റ്റൻഷനുകൾ ചെയ്യുമ്പോൾ അവൻ തന്നെ ഒരു അർണോൾഡ് ഷ്വാർട്സനേഗർ ആയതുപോലെ തോന്നി. മണൽച്ചാക്കുകൾ ഉൾപ്പെട്ട പുലർച്ചയിലെ പരിശീലനം മുവാൻ ഒഴികെ എല്ലാവർക്കും നരകതുല്യമായിരുന്നു. പക്ഷേ അവൻ തന്റെ ചുമലുകൾ പമ്പ് ചെയ്യുകയായിരുന്നു. ലാറ്ററൽ റേസുകൾ ചെയ്യുമ്പോൾ 3D ബോൾഡർ ലുക്ക് ലക്ഷ്യമിട്ട്, മുഖം മുഴുവൻ ആനന്ദവും ആവേശവും. ഓരോ നിമിഷവും അവൻ ആസ്വദിച്ചു. അതേസമയം മറ്റു ചെറുപ്പസന്യാസികൾ അവന്റെ വിചിത്രമായ പോസ്ചറുകൾ കണ്ടു. അതിശയത്തോടെ നോക്കി നിന്നു. പക്ഷേ മാഡ് ഡോഗ്, അവൻ മുവാനെ മറ്റൊരു കണ്ണോടെയാണ് നോക്കിയത്. അവൻ കണ്ടത് വ്യക്തമായിരുന്നു. ഈ പരിശീലനം വർക്ക് ചെയ്യുകയാണ്. ഇത്ര ചെറുപ്പത്തിൽ എനർജി അക്യുമുലേഷൻ ആർട്ട് എങ്ങനെ? അവൻ മനസ്സിൽ ചോദിച്ചു. മാഡ് ഡോഗ് മുവാനെ തടഞ്ഞു. ഒരു നിമിഷം, എന്നെ അനുഗമിക്കൂ. സ്വകാര്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോയി. അവൻ മുവാനെ ഹ്യോങ്ങിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹ്യോങ് അവിടെ നിന്നത് അമ്പരപ്പിലും വിശ്വാസമില്ലായ്മയിലുമായിരുന്നു. മുവാനിൽ നിന്ന് പുറപ്പെടുന്ന ഓറകൾ, അത് വ്യക്തമായും എനർജി അക്യുമുലേഷൻ ആർട്ടിന്റെ ഫലമായിരുന്നു. മുവാൻ ഉള്ളിൽ പറഞ്ഞു, ഇത് വാൾ മെഡിറ്റേഷനിലെ ഫലമാണെന്ന് പറഞ്ഞാൽ ഞാൻ ശിക്ഷ പാലിച്ചില്ലെന്ന് സമ്മതിക്കേണ്ടിവരും. അതുകൊണ്ടവൻ വിഷയം ലഘുവാക്കി. ഞങ്ങളുടെ കുടുംബത്തിൽ ശ്വാസനിയന്ത്രണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ വ്യായാമത്തിൽ ഞാനൊന്ന് പരീക്ഷിച്ചതാണ്. അവൻ കൂടി പറഞ്ഞു, അത് എനർജി സർക്കുലേഷൻ ടെക്നിക്കിനോട് കുറച്ച് സാമ്യമുണ്ട്. അത് കേട്ടപ്പോൾ ഇരുവരുടെ കണ്ണുകൾ വലുതായി. അവർ കണ്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. നീണ്ട മുടിയുള്ള സന്യാസിയെ ആദ്യമായി കണ്ടതുപോലെ അവരുടെ അവസ്ഥ.
സാധാരണയായി എനർജി അക്യുമുലേഷൻ ആർട്ട് എൻലൈറ്റൻമെന്റ് കൾട്ടിവേഷൻ പൂർണ്ണമായി കൈകാര്യം ചെയ്ത ശേഷമേ സാധ്യമാകൂ. അതുപോലും വർഷങ്ങളെടുക്കേണ്ടിവരും. അത് പഠിച്ചവരിൽ പോലും അല്പം പേർക്ക് മാത്രമേ ഇത് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പറ്റൂ. ആദ്യം എൻലൈറ്റൻമെന്റ് കൾട്ടിവേഷൻ, അതിനുശേഷം എനർജി അക്യുമുലേഷൻ. പക്ഷേ മുവാനോ, അവനെല്ലാം മറികടന്നു. ഇങ്ങനെ ചെയ്താൽ അവൻ കൂട്ടുകാരേക്കാൾ വേഗത്തിൽ എനർജി ശേഖരിക്കും. അടുത്ത ഘട്ടത്തിലെ കൾട്ടിവേഷൻ പഠിച്ചാൽ അവന്റെ ശക്തി പല മടങ്ങ് വർദ്ധിക്കും. ഹ്യോങ് പുഞ്ചിരി മറയ്ക്കാൻ ശ്രമിച്ചു. ഇവൻ യഥാർത്ഥ ജീനിയസാണ്. എങ്കിലും മുവാൻ പറഞ്ഞ അടുത്ത വാക്കുകൾ അവരുടെ പ്രതീക്ഷയൊന്ന് തണുപ്പിച്ചു. ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ശ്വാസരീതിയിലൂടെയാണ്. 2 മുണ്ടൻ തലകളും നിശബ്ദരായി. നിരാശയും അതോടൊപ്പം ഒരാശ്വാസവും. ഇവൻ ഇപ്പോഴും ഒരു കുട്ടിയല്ലേ? മുവാന്റെ പമ്പ് കുറഞ്ഞു. അവൻ പോകാൻ അനുമതി ചോദിച്ചു. അവർ തിരിച്ചറിഞ്ഞു, 12 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് അവർ അതിക്രമമായി പ്രതീക്ഷിച്ചു. പരിശീലനത്തിനു ശേഷം മൂവും മുക്കാങ്ങും പതിവുപോലെ മസിൽ ലെങ്തനിങ് തുടങ്ങി. ഇത് മുവാൻ തന്നെയാണ് മൂവിന് പഠിപ്പിച്ചത്. മുക്കാങ് തലചുരുണ്ടു പറഞ്ഞു, ഇത് ചെയ്തതുമുതൽ ശരീരം നല്ലതായിട്ടുണ്ട്. മുവാൻ ചിന്തിച്ചു, ഇവൻ ടാലന്റഡാണ്, പക്ഷേ ബുദ്ധിയില്ല. മുകിങ് വിഷമത്തോടെ നിന്നു. മുവാൻ ചോദിച്ചു, നീയും ചെയ്യുമോ? മൂ പറഞ്ഞു, എന്റെ ശരീരം സ്റ്റിഫാണ്. മുഖം ചുവന്നു. മുവാൻ പുഞ്ചിരിച്ചു. അതുകൊണ്ടെന്ത്, ഈ ടെക്നിക്ക് അതിനായിട്ടാണ്. അത് കേട്ടപ്പോൾ മുകിങ്ങിന് പഴയ ഓർമ്മകൾ വന്നു. എല്ലാവരും അവനെ ജന്മസിദ്ധ പ്രതിഭയായി കണ്ടിരുന്നു. പരിശ്രമിക്കുന്നവരെ പരിഹസിക്കരുത്. അവർ 4 പേരും ഒരുമിച്ച് സൈഡ് ബെൻഡ് ചെയ്തു. മുകിങ്ങിന് ഉടൻ നാഗിങ് കിട്ടി. അഹഹ. ശ്വസന വ്യായാമങ്ങൾ തുടങ്ങി. ഇത് മുൻപത്തേതിനേക്കാൾ എളുപ്പമായിരുന്നു. മുവാൻ ശ്രദ്ധിച്ചു, താൻ മോൺസ്റ്റേഴ്സിനിടയിലാണ്. എങ്കിലും അവനും ശക്തനാവണം. ദിവസങ്ങൾ കടന്നുപോയി. മണൽച്ചാക്കുകൾ ചേർന്നതോടെ പരിശീലനം കൂടുതൽ കഠിനമായി. പക്ഷേ മുവാൻ അതിൽ സന്തോഷിച്ചു. മസിൽ പമ്പ്, ഞാൻ ഫീല് ചെയ്യുന്നു. സീനിയർ സന്യാസികളുടെ കണ്ണുകൾ അവനെ പിന്തുടർന്നു. അവന്റെ ചുമലുകൾ വീതിയായി, ശരീരം കൂടുതൽ നിർവചിതമായി. 10 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ ഘട്ടം ആരംഭിച്ചു. ഇന്നർ എനർജി കൾട്ടിവേഷൻ. ഹ്യോങ് കോർ പഞ്ച് ഡെമോ കാണിച്ചു. 70% എനർജി വലത്ത് കൈയിലേക്ക്, 30% ഇടത്ത് കൈയിലേക്ക്. മുവാൻ ശ്രദ്ധയോടെ പരീക്ഷിച്ചു. ഒരു ശക്തമായ സ്പാർക്ക് പോലെയുള്ള ഊർജ്ജ പൊട്ടിത്തെറിപ്പ്. ഇത് വേറെയല്ല. എനർജി വിഭജിച്ചാൽ ബാലൻസ് നിലനിർത്താമെന്നവൻ മനസ്സിലാക്കി. കാൽഭാഗത്തേക്കും എനർജി നൽകണം. ഹ്യോങ്ങും അതേ പറഞ്ഞു. അപ്പോൾ മൂ ഒരു വിചിത്ര നൃത്തം തുടങ്ങി. മുവാൻ മുഖം തട്ടിച്ചു. ഈ പയ്യൻ തീർന്നു. മൂ പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല. മുവാൻ ലളിതമായി പഠിപ്പിച്ചു. വയറ്റിൽ കൂട്ടുക, ചുമലിലേക്ക് നീക്കുക. അവൻ പഠിച്ചു, പക്ഷെ ഉടൻ മറന്നു. മുവാൻ ഉള്ളിൽ പറഞ്ഞു, ഇവനാണ് കാരണം നോവലിലില്ലാത്തത്. ദിവസങ്ങൾ കടന്നുപോയി. ചെയിൻ പഞ്ച് പഠിച്ചു. 71 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും ശക്തരായി. സ്ക്വാട്ട് സമയം. മുവാൻ മണൽ ചാക്കുകൾ കൂട്ടി. മാഡ് ഡോഗ് അമ്പരന്നു. ഇതെന്താണ്? 2 മാസത്തിനുള്ളിൽ സ്വന്തം ശക്തിയിൽ നേടിയ നേട്ടം. അപ്പോൾ ഹാൾ ലീഡർ എത്തി. ചിലപ്പോൾ മനസ്സ് തുറന്നു പറയണം. മാഡ് ഡോഗ് പുരികം ചുഴുക്കി. ഹാൾ ലീഡറോട് എല്ലാം തുറന്നു പറയണോ എന്ന കാര്യത്തിൽ അവൻ വ്യക്തമായി ആശയക്കുഴപ്പത്തിലായിരുന്നു. ഒരു നിമിഷം മൗനം. അവൻ ആഴത്തിൽ ശ്വാസമെടുത്തു. ഉച്ചഭക്ഷണത്തിന് ശേഷം മുവാനെക്കുറിച്ചുള്ള തന്റെ എല്ലാ ആശങ്കകളും ഒന്നൊന്നായി വിശദീകരിക്കാൻ തുടങ്ങി. അതിനിടയിൽ അഹത് ഹാളിന്റെ തലവൻ വിളിച്ചതെന്ന വാർത്ത നമ്മുടെ നായകനെ ഒന്ന് ഞെട്ടിച്ചു. എന്നെ ഹാൾ ലീഡർ വിളിച്ചോ? മാഡ് ഡോഗ് ഉടനെ പറഞ്ഞു, ഇത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്, നീ തീർച്ചയായും പോകണം. അതേസമയം അവന്റെ കൂട്ടുകാർ ഒരു വശത്ത് ചിരിയും മറ്റൊരു വശത്ത് വ്യാജമായ ആശങ്കയും. ഇന്നൊന്ന് സമ്മതിച്ചാൽ മതി, നീ തെറ്റായിരുന്നുവെന്ന്. മാഡ് ഡോഗ് സമയം കളയാതെ അവനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി. ഹാൾ ലീഡർ കാത്തിരിക്കുകയാണ്. അവന് സംശയമുണ്ടായിരുന്നു. എങ്കിലും വഴിയില്ല. നമ്മുടെ നായകൻ ഓവർ തിങ്കിങ് കൊണ്ട് പൂർണ്ണമായും നിറഞ്ഞു. ഞാൻ എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടാക്കിയോ? ഇത്ര വലിയ ആളൊരാൾ എന്തിനാ എന്നെപ്പോലൊരു കുട്ടിയെ വിളിക്കുന്നത്? ഹൃദയം വേഗത്തിലിടിച്ചു. അവിടെ ഹാൾ ലീഡറും ഒന്നുകിൽ അത്ര കുറച്ച് അമ്പരപ്പിലായിരുന്നു. മുഗാൻ ടാലന്റഡാണെന്ന് അവനറിയാമായിരുന്നു. അല്പം വിചിത്രനും സ്വന്തമായ ട്രെയിനിംഗ് രീതികളുമുള്ളവനുമാണ്. പക്ഷേ മാഡ്ബോഗ് വരെ ഇത്ര ശ്രദ്ധ കൊടുക്കുമെന്ന് അവൻ കരുതിയില്ല. അന്നേ ദിവസം തന്നെ അവൻ മാഡ്ഡോഗിനോട് പറഞ്ഞിരുന്നു, ഞാൻ തന്നെ ഈ കുട്ടിയെ നേരിട്ട് കാണണം. ഇതിനുത്തരമുണ്ടെങ്കിൽ അത് അവനെ നേരിൽ കണ്ടാലേ കിട്ടൂ. ഇപ്പോൾ അവന്റെ മുന്നിൽ ആ നൊട്ടോറിയസ് കുട്ടി. ഹാൾ ലീഡർ മുഗാനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ശരീരഘടന മുതൽ ചെറിയ വിശദാംശങ്ങൾ വരെ. അതേസമയം
നമ്മുടെ നായകന്റെ ഉള്ളിൽ ആശങ്ക പൊട്ടിത്തെറിച്ചു. ഇത്ര പെട്ടെന്ന് എന്നെ വിളിച്ചത് എന്തിനാ? കുറച്ചു മിനിറ്റുകൾ കടന്നുപോയി. ഹാൾ ലീഡർ ഒന്നും പറഞ്ഞില്ല. നിശ്ശബ്ദം. ബ്രോ, ഇത് സ്റ്റെയറിംഗ് കോണ്ടസ്റ്റാണോ എന്നവൻ ഉള്ളിൽ പറഞ്ഞു. ഹയുന്നെസ് അവന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. എന്റെ പുതിയ ഫിസീക്ക് കണ്ട് ഇംപ്രസ്സാണോ അല്ലെങ്കിൽ വേറെയോ കാരണമുണ്ടോ? ഞാനെന്റെ കണ്ണുകൊണ്ട് ഒന്ന് ഉറപ്പാക്കാനാണ് നിന്നെ വിളിച്ചത്. അത് കേട്ടപ്പോൾ ആശങ്ക ഇരട്ടിയായി. ഞാൻ നോക്കിയപ്പോൾ ഒന്നുറപ്പായി, ഹാൾ ലീഡർ പറഞ്ഞു. എന്തു മാറ്റം? നമ്മുടെ നായകൻ. നിന്റെ ശരീരം നിന്റെ കൂട്ടുകാരേക്കാൾ വളരെ വേഗത്തിലാണ് വളർന്നത്. പക്ഷേ അതുമാത്രമല്ല, ഈ വളർച്ചയ്ക്ക് കാരണം നിന്റെ കുടുംബത്തിന്റെ ട്രെയിനിംഗ് രീതിയാണോ? നമ്മുടെ നായകൻ മാപ്പു പറയുന്ന മുഖം. ഇനിയൊരു നീണ്ട ലെക്ചർ വരും എന്നവൻ ഉള്ളിൽ പറഞ്ഞു. പിന്നെ ധൈര്യം കൂട്ടി ചോദിച്ചു, അതായത് എന്റെ ട്രെയിനിംഗ് നല്ലതാണോ എന്നറിയാനാണോ? എന്നാൽ അവൻ കരുതിയതുപോലെ ആയിരുന്നില്ല. ഹാൾ ലീഡർ പറഞ്ഞു, ഞാൻ നിന്നെ ലെക്ചർ ചെയ്യില്ല. ഷാവുലൻ ക്ലോസ് മൈൻഡഡ് അല്ല. വാസ്തവത്തിൽ നിനക്കൊരു പ്രപ്പോസലുണ്ട്. മുഗാൻ കൺഫ്യൂസായി. ഈ വൃദ്ധനിപ്പോൾ പൂർണ്ണമായും പോയോ? ഇത്രനാൾ അവന് കിട്ടിയത് വിമർശനം മാത്രം. അപ്പോൾ ഹാൾ ലീഡർ പറഞ്ഞു, ഷാവുലൻ 1000 വർഷം നിലനിന്നത് ഒരു കാരണത്താലാണ്. നമ്മുടെ കുറവുകൾ തിരുത്താൻ നാം പഠിച്ചു. നല്ലതെവിടെയുണ്ടോ അത് സ്വീകരിച്ചു. ചിലപ്പോൾ മൃദുവാകണം, ചിലപ്പോൾ കഠിനരാകണം. നിന്റെ ട്രെയിനിംഗ് ശരിക്കും ഫലപ്രദമാണെങ്കിൽ ഞാനത് പരിഗണിക്കും. ആ വാക്കുകൾ നമ്മുടെ നായകനെ നടുക്കി. ഞാൻ തെറ്റായി കേട്ടോ? ഈ മനുഷ്യൻ എന്റെ ട്രെയിനിംഗ് സ്വീകരിക്കുമോ? അവൻ വിശ്വാസമില്ലാതെ പറഞ്ഞു. മുൻപിലുള്ളത് ഹയുന്നെസ്, ആഹഥാളിന്റെ തലവൻ. മാർഷൽ ആർട്ടിസ്റ്റ് ആകുന്നതിനു മുൻപ് ബുദ്ധനാകാൻ ശ്രമിച്ച ഒരാത്മീയനായൊരാള്. അവനിൽ നിന്ന് അംഗീകാരം കിട്ടുക ഒരു വലിയ ചരിത്രമാറ്റം തന്നെ. മുഗാന്റെ ട്രെയിനിംഗ് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക ഒരു വലിയ റിസ്ക്. പാളിയാൽ ഹയുന്നെസിന് കഠിനമായ ശിക്ഷ പോലും ലഭിക്കും. എങ്കിലും അവൻ തീരുമാനിച്ചു, ഷാവുലിൻ കൂടുതൽ ശക്തമാകണം. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ച് നമ്മുടെ നായകൻ പറഞ്ഞു, എനിക്കിത് വേണ്ട. എന്തിന് ഞാനിത് ചെയ്യണം? ഹയുന്നെസ് വിശ്വസിച്ചില്ല. നീ നിഷേധിക്കുകയാണോ? മുഗാൻ പറഞ്ഞു, 17 പുതിയ സന്യാസികളെ പഠിപ്പിക്കണം. അതെന്റെ ട്രെയിനിംഗ് തടയും. മുൻപത്തെ സംഭവത്തിനു ശേഷം എല്ലാവരും എന്നെ ഭ്രാന്തനെന്ന പോലെ കാണുന്നു. അങ്ങനെയുള്ളൊരാളെ ആര് കേൾക്കും? എനിക്ക് ലാഭമില്ല, നഷ്ടം മാത്രം. പക്ഷേ വൃദ്ധന്റെ മാനത്തിനു വേണ്ടി അവൻ സമ്മതിച്ചു, ഒരു നിബന്ധനയോടെ. രാത്രി, പൂർണ്ണചന്ദ്രൻ, നക്ഷത്രങ്ങൾ തെളിഞ്ഞ ആകാശം. സന്യാസികൾ ഗാഠനിദ്രയിൽ. അപ്പോൾ ഒരു വലിയ ശ്വാസം. നമ്മുടെ നായകൻ ഒരു ഭീകരമായ വിളി ആകാശത്തേക്ക് വിളർത്തു. മുഴുവൻ ക്ഷേത്രവും വിറച്ചു. ഇപ്പോഴേ ട്രെയിനിങ്ങോ? ബെല്ലുപോലും അടിച്ചില്ല. എല്ലാവരും ഓടിയെത്തി. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. മുഗാൻ, അവന്റെ കൂടെ ഹാൾ ലീഡറും മാഡ് ഡോഗും. ഹയുൻ പറഞ്ഞു, ഡോൺ ട്രെയിനിങ്ങിന് മുൻപ് വോമപ്പ് ഉണ്ടാകും. ഇനി മുതൽ ഇവൻ തന്നെയാണ് ഡോൺ ട്രെയിനിങ് നോക്കുന്നത്. ചിരി. പക്ഷേ മുഗാൻ തയ്യാറായിരുന്നു. അവൻ മുന്നോട്ടു വന്നു. നിശ്ശബ്ദം. അവന്റെ ശബ്ദം ക്ഷേത്രം മുഴുവൻ മുഴങ്ങി. മിലിട്ടറി പരിചയം അവന്റെ ശബ്ദത്തിൽ വ്യക്തം. ഇനി മുതൽ എന്നെ ഇൻസ്ട്രക്ടർ എന്ന് വിളിക്കണം. ഹയുൻ അമ്പരന്നു. ടാലന്റ് മാത്രമല്ല, ലീഡർഷിപ്പും. പിന്നിൽ ചിലർ ചിരിച്ചു. മുഗാൻ ദേഷ്യം പിടിച്ചു. ചിരിക്കാനാണോ? ഇത് തമാശയാണോ? ഭയം. എനിക്ക് പ്രശ്നമുള്ളവർ മുന്നോട്ട് വരൂ. 2 പേർ മുന്നോട്ട് വന്നു. സ്പാറിംഗ് തുടങ്ങി. അവരോടി. മുഗാൻ ഒറ്റ ചുവട്ടിൽ മാറി. അവർ തമ്മിലിടിച്ചു. ഫ്രണ്ട്ലി ഫയർ. അടുത്ത നിമിഷം റിയർ നെക്ക് ചോക്ക്. റീഇൻഫോഴ്സ്മെന്റ്. ഇതോടെ പാർട്ട് 2 അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലവ് യു. അടുത്ത വീഡിയോയിൽ കാണാം.